പോകുമ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് നമുക്കറിയാം ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻ? ഫാക്ടർ എന്താണ്? ഫാക്ടർ എന്ന് പറയുമ്പോൾ മെൻ്റൽ ജീനിന് ഉപയോഗിച്ച വാക്കാണ് ഫാക്ടർ, ജീനിന് ഉപയോഗിച്ച വാക്കാണ്. അതുപോലെ തന്നെ ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ സിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഹോമോസൈഗസ്, ആൻഡ് ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഹെട്രോസൈഗസ്. ദെൻ ഫീനോടൈപ്പ് എന്താണെന്ന് നമുക്കറിയാം, ദാറ്റ് ഈസ് മോർഫോളജി ഓഫ് എൻ ഓർഗാനിസം ആണെങ്കിൽ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് എൻ ഓർഗാനിസം ആണ്. ആൻഡ് വാട്ട് ഈസ് ഡോമിനൻറ്റ്? ഡോമിനൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഡോമിനൻറ്റിൻ്റെ പ്രത്യേകത ഹെട്രോസൈഗസിലും ഹോമോസൈഗസിലും എക്സ്പ്രസ് ചെയ്യും. ഹെട്രോസൈഗസിലും ഹോമോസൈഗസിലും എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡോമിനൻറ്റ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഹെട്രോസൈഗസിലും ഹോമോസൈഗസിലും എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് തരം ഉള്ള ഫീച്ചറാണ് എന്ന് എൻട്രൻസ് ചോദിച്ചതാണ്. വാട്ട്സ് ആൻസർ? ഡോമിനൻറ്റ്. ദെൻ അടുത്ത കോൺസെപ്റ്റ് ഇങ്ങനെയാണ്, വാട്ട് ഈസ് റിസസീവ്? റിസസീവ് എന്നുള്ള പോയിന്റ് എപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഓൺലി ഇൻ ഹോമോസൈഗസ് കണ്ടീഷൻ. ദാറ്റ് വാസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ എൻട്രൻസ്. Only in homozygous condition they can express. ഹോമോസൈഗസ് കണ്ടീഷൻ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് റിസസീവ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഈ സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എടുത്തു വന്നത് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ അല്ലീൽ വി നോ ദാറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലീലിൻ്റെ ഡെഫിനിഷൻ അറിയാം. ദാറ്റ് ഈസ് വേരിയബിൾ ഫോം ഓഫ് എ ജീൻ. സ്ലൈറ്റ്ലി വേരിയബിൾ ഫോം ഓഫ് എ ജീൻ ആണ് അല്ലീൽ എന്ന് നിങ്ങൾക്ക് അറിയാം. അതേസമയം അല്ലീൽ എവിടെ ഇരിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വാട്ട് ഈസ് അല്ലീൽ? അല്ലീൽ നമുക്കറിയാം അല്ലീൽ എവിടെ ഇരിക്കും. You know that this is a chromosome and this is chromosome, right? They are non-sister homologous chromosome. Non-sister homologous chromosome. Which type of chromosome? Non-sister homologous chromosome, right? Non-sister homologous chromosome inde എവിടെയാണ് അല്ലീൽസ് ഇരിക്കുന്നതെന്ന ചോദ്യം. എവിടെയാണ് ഇരിക്കുന്നത്? നമുക്കറിയാം നമുക്ക് പെയർ ഓഫ് ക്രോമസോംസ് are there. അതിൽ ഓരോ പെയറും നോൺ സിസ്റ്റർ ഹോമലോഗസ് ക്രോമസോമിൻ്റെ പെയറുകളാണ്. അവിടെ അല്ലീൽസ് ഇരിക്കുന്നത് സെയിം ലോക്കസിലാണ്. എവിടെയാണ് അല്ലീൽസ് ഇരിക്കുന്നത്? സെയിം ലോക്കസിലാണ്. ദാറ്റ് മീൻസ് ഇവിടെ ക്യാപിറ്റൽ ടി ആണെങ്കിൽ അതിൻ്റെ അല്ലീൽ സ്മോൾ ടി. ദേ ആർ പ്രസൻറ്റ് ഓൺ ദ സെയിം ലോക്കസ് ഓഫ് നോൺ സിസ്റ്റർ ഹോമലോഗസ് ക്രോമസോം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെയിം ലോക്കസ്. ഓക്കെ. ആൻഡ് ജീൻസിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ. ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഓഫ് ഹോമലോഗസ് ക്രോമസോം, വെയറാസ് അല്ലീൽസ് ലൊക്കേറ്റഡ് ഓൺ സെയിം ലോക്കസ് ഓഫ് നോൺ സിസ്റ്റർ ഹോമലോഗസ് ക്രോമസോം. ഓക്കെ സേറ, അങ്ങനെ ഒരുപാട് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ. ആൻഡ് ദെൻ നെക്സ്റ്റ് അല്ലീൽ നമുക്കറിയാം. അല്ലീൽ ദെൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് ക്രോസുകളാണ്, ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നീറ്റും ചോദിച്ചത്? എൻട്രൻസ് ചോദിക്കുന്നത് എങ്ങനെയാണ്? മോണോഹൈബ്രിഡ് ക്രോസിന് ഹൗ മെനി ക്യാരക്ടേഴ്സ് കൺസിഡേർഡ്? ഓൺലി 1 character. ദാറ്റ്സ് വിറ്റ് ഈസ് കോൾഡ് മോണോഹൈബ്രിഡ്. വിച്ച് ക്യാരക്ടർ ഹി ഈസ് കൺസിഡേർഡ്? ദാറ്റ് ഈസ് സ്റ്റെം ഹൈറ്റ്. Which character he considered during monohybrid cross? That is stem height. That's very important, right? Which character he considered during monohybrid cross? That is stem height. That's very important. And then പിന്നെ നമുക്കറിയാം, which are the traits considered during monohybrid cross? Which are the traits considered? Yes, very good, Sarah. Which traits considered? That is tall and dwarf. Tall and dwarf. Very important point. പിന്നെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? What's the phenotypic ratio of monohybrid cross? 3:1. That's very important point. 3:1. And what about genotypic ratio of monohybrid cross? That is 1:2:1. That's also very important. Okay, അത് പഠിക്കണം. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ അതിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. യെസ് രഞ്ജിനി. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 can explained by the equation ax plus by the all square. That's also very important question. Ax plus by the all square is used to explain genotypic ratio of monohybrid cross. That's very important. Okay നന്ദന. ഓക്കെ സെറ, മിടുക്കറായിട്ട് എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കണം. genotypic ratio of monohybrid cross can explain by the equation ax plus by the all square. That's also important. And then നമുക്കറിയാം മെൻഡൽസിൻ്റെ മെൻഡലിലെ ലോസ് based on monohybrid and dihybrid cross. Mendel proposed 3 laws. നിങ്ങൾക്കറിയാം എൻട്രൻസ് ചോദ്യം, മോണോഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് എത്ര ക്രോസ്? ദാറ്റ് ഈസ് 2 ക്രോസ്. എത്ര ലോസ്? 2 ലോസ്. ആൻഡ് ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് 1 ലോ. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ ലോസ് എല്ലാം നിങ്ങൾക്ക് കാണാപ്പാടമായിരിക്കും. ലോ ഓഫ് ഡോമിനൻസ്, ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ discrete Unicode factors. Factors occur in pairs. In a dissimilar pair of factor, one dominates over the other. You already know the points. Okay, law of dominance. And the next is law of segregation. ലോ ഓഫ് സെഗ്രിഗേഷനെ കുറിച്ച് എൻട്രൻസിൻ്റെ ചോദ്യം എന്നാണെന്നറിയാമോ? വിച്ച് ഈസ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ലോ. ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ലോ.
universally accepted law. Which is universally accepted law? That's important. That is law of segregation. And also another question is related to this law of segregation is, which one is known as law of purity of gametes? Law of purity of gametes is also law of segregation, right? Law of purity of gametes, that's also law of segregation. That's also important question. We know that what is law of segregation? During gamete formation, factor pairs segregate such that gametes is only one of the two factor. Very important, right? Very good. Yes, Nandana, yes, Sarah, very good. Yes, okay. And the next we can see that third law, that is law of independent assortment. ഈ law of segregation പ്രത്യേകത ഒരു ഡിസ്കവറിക്കും law of segregation ഡിസോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് law of independent assortment based on dihybrid cross when it proposed law of independent assortment. That's important. Law of independent assortment, when two pairs of traits are combined in a hybrid, segregation of one pair of character is independent of other pair of character. That is called law of independent assortment. We know that law of independent assortment എന്ന് പറയുന്നതിനെ ഡിസോൾവ് ചെയ്യുന്ന കൺസെപ്റ്റ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കും. ദാറ്റ് ഈസ് ലിങ്കേജ്. ലിങ്കേജ് ഡിസോൾവ് ദ കോൺസെപ്റ്റ് ഓഫ് independent assortment. We know that linkage term proposed by T.H. Morgan, Thomas Hunt Morgan. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസ്കവറിയാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഡിസോൾവ് ചെയ്ത്. മെൻഡൽസിൻ്റെ ലോസിൽ വിച്ച് ലോ ഈസ് നെവർ ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ഇതുവരെയും ചേഞ്ച് ചെയ്യാത്ത ലോ എന്ന് പറയുന്ന ലോ ഓഫ് segregation ആണ്. That is why it is known as universally accepted law. That's important concept. And the next നമുക്കറിയാം ബാക്ക് ക്രോസ് എന്നാന്ന് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ബാക്ക് ക്രോസ്? യെസ് മർലിൻ. ഓക്കെ ആദിത്യൻ. യെസ് ഓക്കെ. അപ്പം വാട്ട് ഈസ് ബാക്ക് ക്രോസ്? ദാറ്റ് ഈസ് പേരൻസിനെ അല്ലെങ്കിൽ പ്രോജനീസിനെ പേരൻസുമായിട്ട് എനി ഓഫ് ദ പേരൻസുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ ബാക്ക് ക്രോസ് എന്ന് വിളിക്കാം. അതിൽ തന്നെ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ പ്രോജനീസിനെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ ടെസ്റ്റ് ക്രോസ് പറയും. NCERT ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ട്, അത് വെച്ചുകൊണ്ട് NSന് ചോദ്യമുണ്ട്. ദിസ് സെൻറ്റൻസ്, മെൻഡൽ ക്രോസ് ദ ടോൾ പ്ലാന്റ് ഫ്രം F2 വിത്ത് എ ഡ്വാർഫ് പ്ലാന്റ്, ദിസ് ഹി കോൾഡ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്ലാന്റ്സിനെയാണ് ടെസ്റ്റ് ക്രോസിനായിട്ട് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ F1 F2 ഓപ്ഷനിൽ വന്നാൽ ബേസ്ഡ് ഓൺ NCERT വിച്ച് ഈസ് ആൻസർ F2ൻ്റെ ദാറ്റ് ഈസ് ജീനോ ടൈപ്പ് അറിയാൻ വേണ്ടിയാണ്. F2ൻ്റെ ജീനോ ടൈപ്പ് അറിയാൻ വേണ്ടിയാണ്. എസ് ഹന്ന, സെറ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ? ആൻഡ് ദെൻ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ജീനോ ടൈപ്പ് ഓഫ് ഓർഗാനിസം. അപ്പം ടെസ്റ്റ് ക്രോസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ടെസ്റ്റ് ക്രോസ് ഇപ്പോൾ ഇത് പർപ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്, അതിൻ്റെ ജീനോ ടൈപ്പ് ചിലപ്പോൾ ക്യാപിറ്റൽ W ആവാം, ക്യാപിറ്റൽ W സ്മോൾ w ആവാം. അപ്പോൾ ഇത് ഏതാണ്? അപ്പോൾ ആഫ്റ്റർ ടെസ്റ്റ് ക്രോസ് ഇഫ് ഒബ്റ്റെയിൻ പ്രോജനി കൺസിസ്റ്റ് ഓൺലി ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സ്, ഓൺലി വയലറ്റ് മാത്രം ഉള്ളെങ്കിൽ അൺനോൺ ജീനോടൈപ്പ് വിൽ ബി ഹോമോസൈഗസ്. ഇഫ് ആഫ്റ്റർ ടെസ്റ്റ് ക്രോസ് ദാറ്റ് ഈസ് പ്രോജനി കൺസിസ്റ്റ് ബോത്ത് ഡോമിനൻറ്റ് ആൻഡ് റിസസീവ്, ദാറ്റ് ഈസ് വിച്ച് ആർ ദി ഡോമിനൻറ്റ് ആൻഡ് റിസസീവ്, വയലറ്റ് ആൻഡ് വൈറ്റ് ഉണ്ട് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഹെട്രോസൈഗസ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ക്രോസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻട്രൻസിൻ്റെ ചോദ്യം എന്താണ്? ടെസ്റ്റ് ക്രോസ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് അൺനോൺ ജീനോടൈപ്പ് ഓഫ് ദ പ്രോജനി. Which progeny എന്ന് ചോദിച്ചാൽ based on NCERT F2. Okay, that's very important. Okay ആണോ? And the next is മെൻഡലിൻ്റെതല്ലാത്ത ഇൻഹെറിറ്റൻസ് പാറ്റേൺ, ദാറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ട്, കോ ഡോമിനൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ അലീൽസ് ഉണ്ട്, പ്ലിയോട്രോപ്പിസം ഉണ്ട്, പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഉണ്ട്. 2013 നീറ്റിന് ചോദിച്ച എപ്പിസ്റ്റാസിസ് ഉണ്ട്. 2013 ആദ്യമായി നീറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. നീറ്റ് എന്ന പേര് ആദ്യമായി വരുന്നത് 2013. അതുവരെ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞ എക്സാം 2013 നീറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വർഷം ചോദിച്ച ഒരു ചോദ്യമാണ് എപ്പിസ്റ്റാസിസിന് എക്സാമ്പിൾ. ഓക്കെ, ഇന്ന് അത് കഴിഞ്ഞ് 10 വർഷം മുന്നോട്ട് 2023 നമ്മൾ പോകുമ്പോൾ ആ എക്സാം അതേ ഉത്സാഹത്തോടെ അതേ സ്മാർട്ട്നെസ്സോടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് തീർച്ചയായും ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദർശൻ അക്കാദമി മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയറൻസ് തീർച്ചയായും നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെ നടത്തിയ DRTB അതുപോലെ തന്നെ BTS ബയോളജി ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു. അതുപോലെ തന്നെ ബയോളജി ടാർഗറ്റ് ഏണിംഗ് ടെസ്റ്റ് അത് നമ്മുടെ 1 ഇയർ നമ്മുടെ ആ പ്രോഗ്രാമിൽ മുഴുവനായി നമ്മൾ നടത്തിയതാണ്. ഇതൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ബയോളജി എന്ന നിങ്ങളുടെ ആ ഒരു ഫുൾ എന്ന നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് തീർച്ചയായും എത്താനായിട്ട് സാധിക്കും.
അപ്പം മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് അല്ലാത്തതിനെ വിളിക്കും നോൺ മെൻഡേലിയൻ. വിച്ച് ആർ ദേ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട്സ് എക്സാമ്പിൾ? യു നോ ദാറ്റ്. വാട്ട് ഈസ് ദ എക്സാമ്പിൾ? Flower color in snapdragon. Snapdragon also called dog flower. And what's its scientific name? What's the scientific name? That is Antirrhinum majus. Antirrhinum majus. You know that snapdragon, that is Antirrhinum majus. Rhinum majus, right? Antirrhinum majus. Antirrhinum majus. And also we know that one more example, that is 4 o'clock plant, that is Mirabilis gelapa. That's also important example for incomplete dominance. We know that incomplete dominance in the very question ആണ് പേരൻസിനെ ക്രോസ് ചെയ്തു, റെഡും വൈറ്റും ഫ്ലവറിനെ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങൾ F1 കുഞ്ഞുങ്ങൾ മുഴുവൻ പിങ്കിനെ സെൽഫ് ചെയ്തപ്പോൾ കിട്ടിയ F2 കുഞ്ഞുങ്ങളിൽ ദാറ്റ് ഈസ് റെഡും പിങ്കും വൈറ്റും ഇൻ ദ റേഷ്യോ 1:2:1. സഷ്ന, സെറ, എല്ലാവരുടെയും കാണുന്നുണ്ട്. എല്ലാവരും വളരെ സ്മാർട്ടായിട്ട് ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, എക്സലൻറ്റ്. ഓക്കെ, അപ്പോൾ F2 കുഞ്ഞുങ്ങളെ സെൽഫ് ചെയ്തപ്പോൾ 1:2:1 ജീനോട്ടിപ്പിക് ആൻഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. Phenotypic and genotypic ratio of incomplete dominance is important. Phenotypic ratio and genotypic ratio of that is incomplete dominance is 1:2:1. That's very important question for NEET. Okay, e concept very important. And the next we can see that codominance. Codominance in the concept clarity very important. Codominance in the inside നേരെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ്. ബട്ട് ബ്ലഡ് ഗ്രൂപ്പിൽ ഏത് ടൈപ്പ് ആണ്? AB ബ്ലഡ് ഗ്രൂപ്പ്. AB ബ്ലഡ് ഗ്രൂപ്പ് ആണ് എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. നമുക്കറിയാം ദിസ് വൺ ഈസ് AB ബ്ലഡ് ഗ്രൂപ്പ്. AB ബ്ലഡ് ഗ്രൂപ്പ് കൺസിസ്റ്റ് ത്രൂ 2 alleles. Which are the 2 alleles? IA and IB. IA and IB are the 2 alleles which is equally dominant or expressed. That is called codominance. If 2 alleles are equally dominant or expressed is called codominance. Codominance can be seen in a blood group. Which അപ്പോൾ എൻട്രൻസിന് ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. The following is an example for codominance. Option 1 ABO blood group. Option 2 AB blood group. Which is the answer? AB blood group. ABO blood group എന്ന് പറയുമ്പോൾ ഇനി AB blood group ഓപ്ഷൻ ഇല്ല. Which is the answer? ABO blood group. AB blood group ഓപ്ഷൻ ഇല്ലെങ്കിൽ ABO blood group is the answer. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസിന് അനുസരിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഓൾറെഡി ട്രെയിൻഡ് ആണ് ഫ്രം ദർശന അക്കാദമി. യു ഓൾറെഡി ഹാവ് നിങ്ങൾ ഓൾറെഡി ട്രെയിൻഡ് ആണ്. സോ ഡോണ്ട് വറി. ഓക്കെ, ഫൈൻ. ആൻഡ് ദാറ്റ്സ് എ പോയിന്റ് റിലേറ്റഡ് ടു കോഡോമിനൻസ്. ആ കോഡോമിനൻസിന് വേറെ എക്സാമ്പിൾ ദാറ്റ് ഈസ് നോട്ട് ഇൻ NCERT ബട്ട് നമ്മൾക്ക് പല ക്വസ്റ്റ്യൻസിലും കാണാം. റോൺ ഫർ കളർ ഇൻ കാറ്റിൽ. റോൺ ഫർ കളർ ഇൻ കാറ്റിൽ ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. അത് പഠിക്കണം. Then നമുക്കറിയാം മൾട്ടിപ്പിൾ അല്ലീൽസ്. മൾട്ടിപ്പിൾ അല്ലീൽസിന് വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ABO ബ്ലഡ് ഗ്രൂപ്പിൽ IA, IB, സ്മോൾ I എന്ന 3 അല്ലീൽസ് ഉണ്ട്. യെസ് ദീപിക, യെസ്, വെരി ഗുഡ്. IA, IB ആൻഡ് സ്മോൾ I എന്ന 3 അല്ലീൽസ് ഉണ്ട്. ഇവർ 3 പേരും ഉണ്ട്. മോർ ദാൻ 2 അല്ലീൽസ് ഗവേണിംഗ് എ സിംഗിൾ ക്യാരക്ടർ ഈസ് കോൾഡ് മൾട്ടിപ്പിൾ അല്ലീൽസ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ നീറ്റ്. മൾട്ടിപ്പിൾ അല്ലീൽസ് ക്യാൻ യു സേ, ഞാൻ വെയിറ്റ് ചെയ്യാം, ക്യാൻ യു സേ മൾട്ടിപ്പിൾ അല്ലീൽസ് ക്യാൻ ബി സീൻ ഇൻ എ? മൾട്ടിപ്പിൾ അല്ലീൽസ് എവിടെ കാണും? പറയൂ മക്കളെ. മൾട്ടിപ്പിൾ അല്ലീൽസ് എവിടെ കാണും? യെസ്, എവിടെ കാണും? ഒരാളിലാണോ, ഇൻഡിവിജ്വലിലാണോ, അതോ ആരാണ് ആൻസർ പറയുന്നത്? നോക്കട്ടെ. യെസ്, ഏബൽ ആരാണ് പറയാ? എവിടെ കാണും? മൾട്ടിപ്പിൾ അല്ലീൽസ് ക്യാൻ സീൻ ഇൻ പോപ്പുലേഷൻ. എവിടെ കാണാൻ പറ്റും? പോപ്പുലേഷൻ. മൾട്ടിപ്പിൾ അല്ലീൽസ് ക്യാൻ ബി സീൻ ഇൻ എ പോപ്പുലേഷൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പോപ്പുലേഷൻ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരാളിൽ 2 അല്ലീൽസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ ഒരു ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു ഒരു ദാറ്റ് ഈസ് അല്ലീൽസ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അല്ലീൽസ് ഇരിക്കുന്ന എവിടെ? സെയിം ലോക്കസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വേർ ദിസ് അല്ലീൽ ക്യാൻ ബി സീൻ ഇൻ സെയിം ലോക്കസ് ഓഫ് നോൺ സിസ്റ്റർ ഹോമലോഗസ് ക്രോമസോം വി ക്യാൻ സീ ദിസ് അല്ലീൽ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ മിടുക്കരായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ് അനുശ്രീ, യെസ് സിബി, യെസ് ദേവിക, ഹന്ന, ഷീന, ദിയ, ആദിത്യൻ, യെസ് ആരതി, എല്ലാവരും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീലക്ഷ്മി, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ് ജോർജ്, യെസ് കൃഷ്ണപ്രിയ, എല്ലാവരും വളരെ മിടുക്കരായിട്ട് ആൻസർ പറയുന്നുണ്ട്. യു നോ ദ ആൻസർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പ്ലിയോട്രോപ്പിസം. പ്ലിയോട്രോപ്പിസത്തിൻ്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലിയോട്രോപ്പിസം നമുക്കറിയാം സിംഗിൾ ജീൻ ക്യാൻ പ്രൊഡ്യൂസ് മോർ ദാൻ 1 ഇഫക്റ്റ്. വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഓഫ് പ്ലിയോട്രോപ്പിസം? സിക്കിൾ സെൽ അനീമിയ, phenylketonuria, seed shape and starch grain size in P. That's important. Seed shape and starch grain size in P is an example for pleiotropism. അപ്പോൾ എൻട്രൻസ് ചോദ്യമാണ്. ഒരു ജീൻ കാരണം ഒന്നിൽ കൂടുതൽ ഇഫക്റ്റ്. അതിൻ്റെ അകത്ത് സ്റ്റാർച്ച് ഗ്രെയിൻ സൈസിന് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ, ക്യാൻ യു സേ?
What's example? Yes, angel. Yes, Yadu. What's answer? Yes, Sarah. എന്താണ് പറയാമോ? Starch grain size in P. Starch grain size in P is an example for that is also incomplete dominance. Incomplete dominance. അതെല്ലാവരും പഠിച്ചോണം. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ ജെനറ്റിക്സിൻ്റെ ഡൗട്ട്സ് എല്ലാം നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ, ഏതൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞു പോവുക. എസ് എ ബി. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്. ദ നെക്സ്റ്റ് ഈസ് polygenic inheritance. Polygenic inheritance in the example ആണ്, that's important. Human skin color, human height and kernel color of wheat is an example for polygenic inheritance. That's important. Polygenic means 3 or more than 3 genes governing a single character is called polygenic inheritance. That's also important. That's also important. Okay, polygenic inheritance. Then epistasis. That is epistasis. Epistasis പ്രത്യേകത one gene mask or suppress the expression of other gene. ഒരു ജീൻ മറ്റൊരു ജീനിൻ്റെ എക്സ്പ്രഷനെ സപ്രസ് ചെയ്യുന്നതിനെ എന്ത് വിളിക്കാം? എപ്പിസ്റ്റാസിസ്. വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ ഫോർ നീറ്റ് 2013 ചോദ്യമായിരുന്നു. ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷ് ഇസ് ദ എക്സാമ്പിൾ. സമ്മർ സ്ക്വാഷ്, കുക്കുംബർ, വി നോ that is yes Sarah, yes Malavika, yes Ebi. Very good. Okay, that is called epistasis. That's important question for NEET. Okay, അപ്പോൾ that was about different മെൻ്റലിൻ്റെ പാറ്റേൺ അല്ലാത്ത ഇൻഹെറിറ്റൻസ്. ഇനി മെൻ്റലിൻ്റെ രണ്ടാമത്തെ ക്രോസ് ആണ് ഇൻഹെറിറ്റൻസ് ഓഫ് 2 genes. യെസ് സേറ, യെസ് മാളവിക. That is inheritance of 2 genes or dihybrid cross. How many characters is considered during dihybrid cross? He considered 2 characters. Which are the 2 characters? That is seed shape and seed color are the 2 characters considered during dihybrid cross. That's also important. അപ്പോൾ ഈ ഡൈഹാബ്രിഡ് ക്രോസിൻ്റെ പാറ്റേൺ, ഡിഫറെൻറ്റ് പ്രോബ്ലംസ് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ, നമ്മുടെ ഡിസ്കഷൻസിലൂടെ, ദർശന അക്കാദമിയുടെ ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ വളരെ സേഫായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ ജസ്റ്റ് നോക്കി നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് അതെല്ലാം അറ്റൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ വേറെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വാട്ട് ഇസ് എ ഫീനോടിപ്പിക് റേഷ്യോ ഓഫ് ഡൈഹാബ്രിഡ് ക്രോസ്? What's the phenotypic ratio of dihybrid cross is 9:3:3:1. That's important. We know that 9 is round yellow, 3 is round green and 3 is wrinkled yellow and 1 is wrinkled green. That's very important. നമ്മൾ already നമുക്കറിയാം. And which are the phenotypic ratio, which are the phenotype, which are the recombinant, which are the parental? Yes, Veena. Yes, okay. Okay, that's important. Yes, Anna. Clear? Okay, phenotypic ratio. And then genotypic ratio also is important. 1:2:1:2, 2:4:2:1:2:1. That's also very important. ഇപ്പോൾ ജെനറ്റിക്സിലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ജീനോട്ടിപ്പിക് റേഷ്യോ, ഫീനോട്ടിപ്പിക് റേഷ്യോ. നമ്മൾ ആ ജീനോട്ടിപ്പിക് റേഷ്യോ, ജീനോട്ടിപ്പിക് കോമ്പിനേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. And Mendel's 2 laws, 2 crosses, which are the 2 crosses? Monohybrid, that is inheritance of 1 gene, and dihybrid, inheritance of 2 genes. And Mendel, based on these 2 crosses, Mendel proposed 3 laws: law of dominance, law of segregation, and law of independent assortment. That's important. And Mendel published his work in the next year question ആണ്. നമുക്ക് എൻട്രൻസിന് നേരത്തെ ചോദിച്ച ചോദ്യമാണ് മെൻഡലിലെ വർക്കിൻ്റെ ഇയർ ചോദിച്ചു, 1856 to 1863. അതേപോലെ മെൻഡൽ പബ്ലിഷ് ഹിസ് വർക്ക് ഇൻ ദി ഇയർ 1865. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. മെൻഡൽ പബ്ലിഷ് ഹിസ് വർക്ക് ഇൻ ദി ഇയർ 1864. Yes, Abe. Yes, Sheena. Very good. Okay ആണോ? ആൻഡ് മെൻ്റലിൻ്റെ വർക്ക് വാസ് നോട്ട് റിക്കഗ്നൈസ്ഡ് ടിൽ 1900. എന്തൊക്കെ റീസൺ? 4 റീസൺ ആണ്. മാത്തമാറ്റിക്സ് പ്രോബ്ലം ആയിരുന്നു. ദെൻ അദ്ദേഹം പറഞ്ഞത് ഹിസ് കോൺസെപ്റ്റ് വാസ് ന്യൂ, അത് നോട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നു. അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ജീൻ അത് ആൾക്കും മനസ്സിലായില്ല. പിന്നെ നോ ഫിസിക്കൽ പ്രൂഫ് ഫോർ ദ ഫാക്ടർ. ഇതുകൊണ്ടൊക്കെ ആദിത്യൻ, സേറ, ഐശ്വര്യ, ദയ ഇതെല്ലാവരും ഇയറൊക്കെ വളരെ സ്മാർട്ടായിട്ട് പറയുന്നുണ്ട്. വെരി ഗുഡ്. And the next is Mendel work rediscovered in the year. Mendel work rediscovered in the year 1900 by Hugo de Vries, Carl Correns and von Teschmark. That's also important. In the year 1900, Mendel's work rediscovered by Hugo de Vries, Carl Correns and von Teschmark. That's also important. Very, very important. Yes, no physical proof ഇല്ലായിരുന്നു എന്നുള്ളതും റീസൺ ആണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് നമുക്കറിയാം ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. മെൻഡലിൻ്റെ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ക്രോമസോമുമായിട്ട് കണക്ട് ചെയ്ത തിയറിയാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ബൈ വാൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബൗറി ഇൻ ദ ഇയർ 1902. In the year 1902,
Walter Sutton and Theodore Boveri. Very important. Walter Sutton and Theodore Boveri, right? Sutton and Boveri. Walter Sutton and Theodore Boveri in the year 1902. Chromosomal theory of inheritance is very good. Jeremy, Sheena, very good. Malavika, Susan, very good. Sarah, very good. നിങ്ങളെല്ലാം ഇയർ ഒക്കെ വളരെ സ്മാർട്ടായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും മിടുക്കരായിട്ട് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ സ്കോറിലേക്ക് എത്തിയില്ലയോ അപ്പോഴൊക്കെ നിങ്ങൾ എത്ര തവണ വീണ്ടും 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 നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സക്സസ്. That is success. That is the attitude of a successful person. Definitely you are a successful person, right? Am I correct? Am I correct? നിങ്ങൾ പലപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ദ സക്സസ്ഫുൾ പേഴ്സൺ, റൈറ്റ്? ഡെഫിനറ്റ്ലി ദർ ഇസ് നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സ്കോറിലേക്ക് നിങ്ങളുടെ ലക്ഷ്യ സ്കോറിലേക്ക് എത്താൻ തീർച്ചയായും സാധിക്കും. നമുക്കറിയാം ബയോളജി ടോട്ടൽ എക്സാമിൻ്റെ 316 ബയോളജിയാണ്. 316 സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കൂടുതൽ കൂടുതൽ എനർജിയോടുകൂടി ഏറ്റവും ഉത്സാഹത്തോടുകൂടി പഠിച്ചവരാണ്. വളരെ ഓരോ പരീക്ഷകളിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർക്കുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരാണ്. ഡെഫിനറ്റ്ലി അങ്ങനെയുള്ളവർക്കാണ് വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടേതാണ് വിജയം. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ മെയ് 7 എന്ന സൺഡേ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ആ ദിവസം നിങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തീർച്ചയായും നിങ്ങൾ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ തീർച്ചയായും കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടിലെത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് നമുക്കറിയാം ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ അത് കണക്ട് ചെയ്യുന്ന സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററുമായിട്ടാണ്. നമുക്കറിയാം ഗ്രോത്ത് അല്ലെങ്കിൽ ഇൻ്റർഫേസിൽ G1S G2. യു ആർ ദ ചാമ്പ്യൻ, റൈറ്റ്? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. അപ്പോൾ G1S G2 എന്ന ഫേസ് ഇൻ്റർഫേസിലൂടെ കടന്നു പോകുമ്പോൾ അതിനുശേഷം നമുക്ക് മെയോസിസ് 1 മെയോസിസ് 2. അപ്പോൾ മെൻ്റൽ പറഞ്ഞ ലോ ഓഫ് ഡോമിനൻസ്, ദാറ്റ് ഈസ് പെയറാണ്, ക്രോമസോം പെയറാണ്. ഓഫ് കോഴ്സ് ഒരു ഡിപ്ലോയ്ഡ് ഓർഗാൻസിൽ ക്രോമസോം പെയറാണ്, ക്രോമസോം പെയറാണ്. യെസ്, നമ്മൾ ക്രോമസോം പെയറാണ് ഡിപ്ലോയ്ഡ് ഓർഗാനിസത്തിൽ. അതേസമയം നമുക്കറിയാം സെഗ്രിഗേഷൻ നടക്കും. ക്രോമസോം സെഗ്രിഗേഷൻ ഡ്യൂറിങ് അനാഫേസ് 1 അനാഫേസ് 1 ക്രോമസോം സെഗ്രിഗേഷൻ നടക്കും. അത് ക്രോമസോമിൻ്റെ ബിഹേവിയർ വെച്ചിട്ട് മെൻ്റലിനെ സെക്കൻഡ് ലോ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യും. അത് സെഗ്രിഗേഷൻ നടക്കുമ്പോൾ എല്ലാ പെയറിൽ നിന്നും സെഗ്രിഗേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് നടക്കും. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. പെയറാണ്, സെഗ്രിഗേറ്റ് ആണ്, സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. Okay, that's important. Okay, and the next is experimental verification of chromosomal theory of inheritance by T.H. Morgan in 1910. ആ ഇയർ നമുക്ക് ഇൻസൈഡിലില്ല. 1910 T.H. മോർഗൻ്റെ പേര് ഫാദർ ഓഫ് എക്സ്പെരിമെൻ്റൽ ജെനറ്റിക്സ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയലിൻ്റെ പേര് ദാറ്റ് ഈസ് ഡ്രോസോഫൈല, മെലനോഗാസ്റ്റർ, ഫ്രൂട്ട് ഫ്ലൈ. അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ റീപ്രൊഡക്ഷൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിലാണ്. ഫ്രൂട്ട് ഫ്ലൈയുടെ ക്രോമസോം നമ്പർ വി നോ ദാറ്റ് ഈസ് 8 ആണ്, ക്രോമസോം നമ്പർ 8. ആൻഡ് ഫ്രൂട്ട് ഫ്ലൈ ഇൻ ഹൗസ് ഫ്ലൈ 12. മസ്ക ഡൊമസ്റ്റിക്ക ഇസ് ഹൗസ് ഫ്ലൈ ദാറ്റ് വി ക്യാൻ സീ ഇൻ ദ ചാപ്റ്റർ ലിവിംഗ് വേൾഡ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ച് അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് ബയോളജിയെ കണക്ട് ചെയ്ത് റിവൈസ് ചെയ്ത് ഒരു ചാപ്റ്ററിനെ മറ്റൊരു ചാപ്റ്ററിനെ ലിങ്ക് ചെയ്ത് എപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്ത് മെമ്മറി ഡെവലപ്പ് ചെയ്ത് ഷോർട്ട് കട്ടുകൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങളുടേതാണ് സക്സസ്. ഓക്കെ, ഡ്രോസോഫൈല, മെലനോഗാസ്റ്റർ. ബയോളജി പഠിക്കേണ്ടത് അങ്ങനെയാണ്. ബയോളജി നമ്മളെങ്ങനെ റിവൈസ് ചെയ്യുക? ബയോളജി ഒരു കാര്യം കേൾക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വേറെ എവിടെയുണ്ട്, അതിനെ കണക്ട് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് പഠിക്കുക. അങ്ങനെ ഡെഫിനറ്റ്ലി തീർച്ചയായും നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ മെമ്മറി, നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ്, നമ്മുടെ ഒരു നമുക്ക് ഓർത്തെടുക്കാൻ പെട്ടെന്ന് പറ്റുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് വരും. അപ്പോൾ ആ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നമ്മളിവിടെ കൊടുക്കുക. ആൻഡ് നമുക്കറിയാം അദ്ദേഹം ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഓഫ് ഡ്രോസോഫൈലയാണ് പഠിച്ചതെന്ന് ചോദിക്കും കേട്ടോ. ഏതൊക്കെയാണ്? ബോഡി കളർ, ഐ കളർ, വിങ് സൈസ്, ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ വിച്ച് ക്രോമസോം എന്ന് ചോദിക്കും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എക്സ് ക്രോമസോം. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് ഡ്രോസോഫൈലയുടെ സെക്സ് ഡിറ്റർമിനേഷൻ, ദാറ്റ് ഈസ് XX, XY, ആൻഡ് ഓൺ എക്സ് ക്രോമസോം ദീസ് ക്യാരക്ടേഴ്സ് ലൊക്കേറ്റഡ്. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് നമുക്കറിയാം അദ്ദേഹം പഠിച്ച സ്വഭാവം 2 ക്രോസ് ആണ് ചെയ്തത്. ദാറ്റ് ഈസ് ക്രോസ് 1 അദ്ദേഹം ചെയ്തത് ബോഡി കളറും ഐ കളറും ക്രോസ് ചെയ്തു. ക്രോസ് ബിയിൽ ബോഡി ദാറ്റ് ഈസ് ഐ കളറും വിങ് സൈസും ക്രോസ് ചെയ്തു. അപ്പോൾ ബോഡി കളർ, ഐ കളർ ക്രോസ് ചെയ്ത ക്രോസ് എയിൽ ദാറ്റ് ഈസ് അദ്ദേഹത്തിന് കിട്ടിയ ക്രോസ് എയിൽ
recombination frequency. How can find out recombination frequency? Parne. I am waiting. Okay, I will wait. Say. Endana recombination frequency? How can find out recombination frequency? How can find out recombination frequency? Yes. Parnolu. Recombination frequency can find out? Yes. Recombination frequency എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോർഗൻ രണ്ട് തരത്തിലുള്ള ക്രോസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം യെസ് നിങ്ങളത് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ recombination frequency? How can find out recombination frequency? Number of very good Susan, very good. Number of recombinants by total number of progenies into 100. And based on this cross A, he conducted that cross അങ്ങനെ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ട് he find out അദ്ദേഹം മനസ്സിലാക്കി that is recombination frequency of LOYT is 1.3%. അപ്പോൾ parental is 98.7%. And how can find out? Yes, Sarah, yes, Meenakshi, എല്ലാവരും പറയുന്നുണ്ട്. Yes, Nandana, Krishnapriya, very good. Yes. And cross number B, recombination frequency of WM, white miniature. What's answer? That is 37.2 and parental is 62.8. That's also very important. ഈ ഏരിയ നന്നാ ചോദിക്കാം. ഈ ഏരിയയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി എൻട്രൻസിന് ചോദിക്കും. Recombination frequency of YW, that is 1.3%, and recombination frequency of LOYT, that is YW, that is LOYT 1.3%, and recombination frequency of WM, that is 37.2%. Definitely that will be the question for entrance. Okay, അപ്പോൾ മെഡിക്കലായിട്ട് പഠിക്കുക, ഇതെല്ലാം നിങ്ങൾക്കറിയാം. Then അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ലിങ്കേജ് എന്താണ്? ഫിസിക്കൽ അസോസിയേഷൻ ബിറ്റ്വീൻ ജീൻ. ലിങ്കേജ് എന്ന ടേം കോയിൻഡ് ബൈ മോർഗൻ, TH Morgan, right? Yes, very good. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. Yes, very good. നന്ദന, ശ്രീലക്ഷ്മി, സേറ, ഷീന, സേറ, very good. And the next, and what is the relation between distance between gene and linkage? Distance between gene and linkage is inversely proportional. ഡിസ്റ്റൻസ് കുറയുമ്പം ലിങ്കേജ് കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പം ലിങ്കേജ് കുറയും. ദാറ്റ്സ് അവോയ്ഡ്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ. ലിങ്കേജ് കൂടുമ്പം റീകോമ്പിനേഷൻ കുറയും. ലിങ്കേജ് കൂടുമ്പോൾ ജീനുകൾ തമ്മിലുള്ള ലിങ്കേജ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ കുറയും. ആൻഡ് റീകോമ്പിനേഷൻ ഈസ് directly proportional to distance between gene. And if find out recombination frequency, that will be the distance between gene, right? അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ജെനറ്റിക് മാപ്പ് ബൈ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ആൽഫ്രഡ് സ്റ്റുഡ്വെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് സ്റ്റുഡ്വെൻറ്റ്, റൈറ്റ്? ആൽഫ്രഡ് സ്റ്റുഡ്വെൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹം പറഞ്ഞു എന്താണ്? recombination frequency between genes on same chromosome as a measure of distance between gene, and plot the position of gene on chromosome by Alfred Sturtevant. That's important. Thus he constructed genetic map. Is a B, yes, Sarah, Aishwarya, Aromal, yes, very good, Ashisha, Alfred Sturtevant. That's important. Okay. And the next is mutation. What is mutation, Yashina? Sudden heritable changes. നമുക്കറിയാം ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ്റെ ഒരു റീസൺ ആണ് മ്യൂട്ടേഷൻ. Now we discussed about recombination was also one of the reason of variation, and another reason is mutation, and mutation agent is called mutagens, right? Mutagen. Which are the mutagen? Physical mutagen is there, chemical mutagen is there, biological mutagen is there, right? Yes, physical, chemical, biological. Physical തന്നെ ionizable, non-ionizable, chemical, biological mutagens are there. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള മ്യൂട്ടേഷനാണ്, ക്രോമസോമൽ മ്യൂട്ടേഷൻ ആൻഡ് ജീൻ മ്യൂട്ടേഷൻ. ക്രോമസോമിൻ്റെ സ്ട്രക്ചറിലുള്ള മ്യൂട്ടേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിലീഷൻ. അതിനകത്ത് നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസ്ലൊക്കേഷൻ, അതായത് വൺ ലിങ്കേജ് ഗ്രൂപ്പ് ടു അനദർ ലിങ്കേജ് ഗ്രൂപ്പുള്ള മ്യൂട്ടേഷനാണ് ട്രാൻസ്ലൊക്കേഷൻ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ബേസ്ഡ് ഓൺ നമ്പർ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അന്യൂപ്ലോയിഡി. അന്യൂപ്ലോയിഡി ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്യൂപ്ലോയിഡി, ദാറ്റ് ഈസ് സെഗ്രിഗേഷൻ പ്രോപ്പർ അല്ല, നോൺ ഡിസ്ജങ്ഷൻ ഓഫ്. Why this aneuploidy takes place? Because of non-disjunction, right? Because of non-disjunction of non-sister homologous chromosome during anaphase 1.
non-distinction of non-sister homologous chromosome during anaphase 1, what will happen? Aneuploidy. That's important question. അതൊന്നും എൻചായിട്ട് നേരെയില്ല, but that will be the question. That was the question. Very important, right? Very important concept ആണ്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ. സേറ വെരി ഗുഡ്. മ്യൂട്ടേഷൻ എല്ലാം തകർത്ത് പറയുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, ഡെഫിനറ്റ്ലി ഈ ദിവസങ്ങൾ നിങ്ങളുടെ എനർജി ദിവസങ്ങളാണ്. നിങ്ങൾ സക്സസ് ആകാൻ പോകുന്ന നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലെയും ഫലത്തിലേക്ക്, റിസൾട്ടിലേക്ക് എത്തുന്ന ദിവസങ്ങളാണ്. നിങ്ങൾക്ക് തീർച്ചയായും അതിലേക്ക് എത്താൻ സാധിക്കും. കാരണം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? റൈറ്റ്, നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ അവസരത്തെ, നിങ്ങളുടെ സമയത്തെ നിങ്ങൾ മാക്സിമൈസ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സക്സസ് ഫോളോ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അങ്ങനെ വളരെ സ്മാർട്ടായിട്ടിരിക്കുക. ആൻഡ് ദെൻ മോണോസോമി മീൻസ് 2n-1, ട്രൈസോമി 2n+1, ടെട്രാസോമി 2n+2, നള്ളിസോമി 2n-2. റൈറ്റ്, അനിപ്ലോയിഡി ആ ടൈപ്പാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് നമ്മൾ ഡീൽ ചെയ്യുക. And then gene mutation നമുക്കറിയാം, point mutation and frame shift mutation is there. Point mutation എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ന്യൂക്ലിയേറ്റഡ് ഓർ ബേസ് പെയർ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പോയിന്റ് മ്യൂട്ടേഷൻ എന്താണ് ചേഞ്ച് ചെയ്ത് ചോദിക്കുക. അതൊക്കെയാണ് ന്യൂക്ലിയേറ്റഡ് അല്ലെങ്കിൽ ബേസ് പെയർ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദെൻ ജീൻ മ്യൂട്ടേഷനിൽ നമുക്കറിയാം ന്യൂക്ലിയേറ്റഡ്. വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഫോർ പോയിന്റ് മ്യൂട്ടേഷൻ എൻട്രൻസ് ചോദ്യമാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ, റൈറ്റ്? സിക്കിൾ സെൽ അനീമിയ is an example for point mutation. അവിടെ GAG become GUG, GAG become GUG. That's important. Okay, and then frame shift mutation. Frame shift mutation, that was also question, previous question ആണ്. frame shift mutation that is connected with genetics too. frame shift mutation നമുക്കറിയാം, അതായത് other than 3 or multiples of 3 nucleotide add or delete, frame will not shift. Other than frame will shift. Other than 3 or multiples of 3 nucleotide added or delete, frame will shift. 3 or multiples of 3 add ചെയ്യുന്നതാണ് frame will not shift. Other than 3 or multiples of 3 add or delete, frame will shift. Frame will shift. അപ്പോൾ ആ പ്രോപ്പർ ട്രാൻസ്ലേഷൻ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺസെപ്റ്റ് വൈസുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ബയോളജി ടെസ്റ്റ് സീരീസിലൂടെ DRTPയിലൂടെ ഒക്കെ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. യു നോ ദ കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാനും പഠിക്കാനും വേണ്ടിയാണ് ബയോളജി ദർശന അക്കാദമിയുടെ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു എഫേർട്ടുമായി, ഈ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് sex determination. Sex determination proposed by Henking in 1891. Henking in 1891, right? Very important. അത് നമുക്കറിയാം 50% of the sperm of some insect have specific nuclear structure എന്ന് they have identify ചെയ്തു. That's important. And then പലതരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. അദ്ദേഹം എക്സ് ബോഡി എന്ന് പേരിട്ടല്ലേ. പലതരത്തിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. XX, XY ടൈപ്പ് ഇൻ ഹ്യൂമൻ ആൻഡ് ഡ്രോസോഫൈല. And then അതിലകത്ത് ഫീമെയിൽ ഈസ് XX, മെയിൽ ഈസ് XY, ദാറ്റ് ഈസ് ഫീമെയിൽ ഈസ് ഹോമോഗാമറ്റി. അതാണ് ഇൻട്രസ്റ്റിൻ്റെ ചോദ്യം വരുന്നത്. Then XX, X0, grasshopper, that is, we know that is X0, that is or an absent in male, right? And that type ഇൻസെക്റ്റിലുള്ള ജനറലൈസ് ചെയ്തിട്ടുള്ളതാണ് XX, X0. And then ZW ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഫീമെയിൽ ഷോസ് ഹെട്രോഗാമറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയെല്ലാം ഫീമെയിൽ ഹോമോഗാമറ്റി ആണെങ്കിൽ ഇവിടെ ഫീമെയിൽ ബേർഡ്സ് ഷോസ് ഹെട്രോഗാമറ്റി. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഫീമെയിൽ ഷോസ് ഹെട്രോഗാമറ്റി. ഫീമെയിൽ ആണ് ഇവിടെ ഹെട്രോഗാമറ്റി കാണിക്കുക. അത് ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഫീമെയിൽ. ഓക്കെ, ഇത് ഓട്ടോസോംസ് ആണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ക്രോമസോംസ് ഉണ്ട്, എക്സ് ക്രോമസോംസ് ആൻഡ് ഓട്ടോസോംസ്. ഓട്ടോസോംസ് ആണ് ദാറ്റ് ഈസ് അതർ ദാൻ സെക്ഷൽ ക്യാരക്ടേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് അല്ലോസോംസ് ഓർ സെക്സ് ക്രോമസോം ഈസ് ദെയർ, റൈറ്റ്? ആൻഡ് ദെൻ നമുക്കറിയാം ഹപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ can seen in honeybee, that is connected with reproduction in organism. Haploid, that is chromosome number 16 can seen in male, and diploid 2n can seen in female honeybee. ഫീമെയിൽ ഹണിബിയെ കുറിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ, വർക്കർ ബീ ഈസ് സ്റ്റെറൈൽ, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ലിവിങ് ഗേൾ. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുന്ന ഏതൊക്കെ ചാപ്റ്ററിലൂടെ ഈ ദിവസങ്ങളിൽ നമുക്ക് കയറി ഇറങ്ങി പോകാം. ഒരു ചാപ്റ്റർ എടുത്ത് വെക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ഇവിടുന്നൊക്കെ സ്ക്രാച്ച് ചെയ്തുള്ള പ്രിപ്പറേഷൻ ഓൾറെഡി നിങ്ങൾക്കുണ്ട്. അതിനെ നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട്, വളരെ എഫിഷ്യൻ്റായിട്ട് ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക. ഡെഫിനറ്റ്ലി നമ്മുടെ മെമ്മറിയും നമ്മുടെ ഇൻട്രസ്റ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യും.
ഓക്കെ, ആൻഡ് പെഡിഗ്രി അനാലിസിസിനെ കുറിച്ച് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ എന്താണ് ഇത് ചോദിക്കും. പെഡിഗ്രി അനാലിസിസിൻ്റെ സിമ്പിൾ എല്ലാവർക്കും അറിയാമായിരിക്കും. പെഡിഗ്രി അനാലിസിസ് സിമ്പിൾ ഉറപ്പായിട്ട് നോക്കിയിട്ടേ പോകുള്ളൂ. 2022 ചോദ്യമാണ് ഈ ചോദ്യം. കൺസെൻക്യൂനിയസ് മേറ്റിംഗ് എന്നുള്ളായിരുന്നു, മിസ്മാച്ച് പെയർ എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ക്ലാസ്സുകളിലൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പാക്കേജ് നമ്മൾ എല്ലാ ചാപ്റ്ററിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിലെല്ലാം കോൺഫിഡൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് ഈ ഇന്നത്തെ നമ്മുടെ നീറ്റ് റിവിഷനിലൂടെ ബയോളജി ടാർഗറ്റ് 360 on 360. ഓക്കെ, ആൻഡ് ദെൻ യെസ് ഗൗരി, എല്ലാവരും ആൻസർ പറയാം അല്ലേ? യെസ്, ആദിത്യൻ, സേറ, ഗൗരി എല്ലാവരും വളരെ മിടുക്കരായിട്ട് ഉത്തരം പറയുകയാണ്. ദാറ്റ്സ് ഗുഡ്. ഇത് ഈ പെഡിഗ്രി ചാർട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. പെഡിഗ്രി ചാർട്ട് ഈ തവണത്തെ 2022 ചോദ്യം എന്തായിരുന്നു? നീറ്റിൻ്റെ ചോദ്യം NCERT ഇവിടെ കിടക്കുന്ന ഒരു ചോദ്യം. ഇതായിരുന്നു ചോദ്യം. വേറെ ഒരിടത്തും ഇത് എഴുതി വെച്ചിട്ടില്ല. NCERT ലേബലിങ്ങിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2022 ചോദ്യം എത്ര ഷാർപ്പായിട്ടാണ് ദർശന അക്കാദമിയിലെ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓട്ടോസോമൽ ഡോമിനൻറ്റിന് എക്സാമ്പിളാണ് ഇത്തവണത്തെ ചോദ്യം. എന്തായിരുന്നു? മയോട്ടോണിക് ഡിസ്ട്രോഫി. Myototic dystrophy is an example for autosomal dominant. That's important, right? Yes, autosomal recessive example ഏതാണ് മക്കളെ? സിക്കിൾ സെൽ അനീമിയ ഉണ്ട്, പിന്നെ ഫീനൈൽ കീറ്റോനൂറിയ ഉണ്ട്, താലസീമിയ ഉണ്ട്, സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ട്. യു ഓൾറെഡി നോ ദാറ്റ്. ആൻഡ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ഏതൊക്കെയാണ്? ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. നമ്മൾ അതിലേക്ക് പോവാണ്. ഓക്കെ, ജെനറ്റിക് ഡിസോർഡേഴ്സ് നമുക്കറിയാം 2 തരത്തിലാണ്, മെന്റലിൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. മെന്റലിൻ ഡിസോർഡേഴ്സ് സെക്സ് ലിങ്ക്ഡ് ആണ്, ഹീമോഫീലിയ ആൻഡ് color blindness. Hemophilia and color blindness are crisscross inheritance. What do you mean by crisscross inheritance? Father to daughter, mother to son. That type of inheritance can seen in that is sex linked recessive, and color blindness also that type of inheritance. That is നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അതെല്ലാം എൻട്രൻസിന് ചോദ്യമാണ്. ദെൻ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ഏതാണ്? ഓട്ടോസോമൽ റിസസീവ് ആണ്. ദാറ്റ് ഈസ് നമ്മൾ കണ്ട സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോനൂറിയ, താലസീമിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഓഫ് കോഴ്സ് ആൽബിനിസം. ദാറ്റ് ഈസ് നോട്ട് മെൻഷൻ ഇൻ NCERT ബട്ട് പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ട്. സിക്കിൾ സെൽ അനീമിയ ക്രോമസ് നമ്പർ 11 ദാറ്റ് ഈസ് ബീറ്റ ജീനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയാം GAG become GUG ആകുമ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് വലൈൻ ആകുന്ന പോയിന്റാണ് സിക്കിൾ സെൽ അനീമിയ. ഗ്ലൂട്ടാമിക് ആസിഡ് വലൈനാവും, ഗ്ലൂട്ടാമിക് ആസിഡ് വലൈനായി മാറും. റൈറ്റ്, എല്ലാവർക്കും അറിയാം. ഓക്കെ ശ്രീലക്ഷ്മി, ഐശ്വര്യ, വെരി ഗുഡ്. ആദിത്യൻ, ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഫീനൈൽ കീറ്റോനൂറിയ ക്രോമസ് നമ്പർ 12 ജീനാണ് പാ ജീൻ. ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാണ്? അത് മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ട് ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് ഫീനൈൽ അലനിൻ ഈസ് നോട്ട് കൺവേർട്ടഡ് ടു tyrosine. Instead of that is converted to phenyl pyruvate or phenyl ketone. That leads to this phenyl ketone excreted through urine, that is known as phenyl ketonuria, and phenyl pyruvate accumulates in the brain, leads to mental retardation. We know that. Okay, that's very good. Okay, yes Sarah, yes, ellarum parayunnunde. Bijimol, okay. And the next is thalassemia. Thalassemiyയും സിക്കിൾ സെൽ അനീമിയയും തമ്മിലുള്ള റിലേഷൻ ഞാൻ ചോദിക്കും. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡിസോർഡർ ആണെങ്കിൽ താലസീമിയ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡർ. ക്വാണ്ടിറ്റി ഓഫ് ബ്ലഡ് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്നതാണ് താലസീമിയ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് റൈറ്റ്. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ദ ബ്ലഡ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിൽ താലസീമിയാണ്, ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ ക്രോമസ് നമ്പർ 16 ആണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ക്രോമസ് നമ്പർ ആൽഫ താലസീമിയ ക്രോമസ് നമ്പർ 16 ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ക്രോമസ് നമ്പർ 11 ആണ്. ആൽഫ HbA1 HbA2 ആണെങ്കിൽ ജീനുകളാണെങ്കിൽ ബീറ്റ ബീറ്റ എന്ന് പറയുന്നത് HBB ജീനാണ്. ബീറ്റ എന്ന് പറയുന്നത് HBB ജീനാണ്. വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് എ പോയിന്റ്. യെസ് ലിബ്നി, ഓക്കെ, ഗൗരി, ഐശ്വര്യ, വെരി ഗുഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് cystic fibrosis, also autosomal recessive disorder of Mendelian disorder. And then autosomal dominant and of course myotonic dystrophy. Myotonic dystrophy, chromosome 19, it's also important. And then weakening of skeletal muscle, right? And chromosomal disorders, that is aneuploidy type, non-distinction of chromosome, that leads to that is aneuploidy type disorder, Down syndrome. What is Down syndrome? That is described by Langton Down in the year 1866. And Down syndrome is
trisomy of autosomes. 21st chromosome ഒരെണ്ണം കൂടെ കൂടുന്നതാണ്. Trisomy of autosomes ആണ് Down syndrome. You know that. And അപ്പോൾ affected person in both male and female it is possible. Affected person എന്താ പ്രത്യേകത? 45 autosome plus XX female, 45 autosome plus XY male. That condition is called Down syndrome. And affected person disorder symptoms ഒക്കെ എൻട്രൻസിന് ചോദിക്കും. അതൊക്കെ വളരെ ഷാർപ്പായിട്ട് പഠിക്കുക. Then Klinefelter syndrome, Klinefelter ആണ് കണ്ടുപിടിച്ചത്. And Klinefelter syndrome is trisomy of X chromosome in male. Trisomy of X chromosome in male. Affected person with in male ആണ് 44 plus XXY. Chromosome number 47. And a symptom, very important. And then Turner syndrome. Turner syndrome നമുക്കറിയാം, that is monosomy of X chromosome. Monosomy of X chromosome in female. Therefore, affected person with chromosome number 45. Here 44 plus X0 ആയിരിക്കും chromosome number. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പേരുകൾ പറഞ്ഞു പോകുമ്പോൾ എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഈ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. നമ്മൾ ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ ഓർക്കാൻ പറ്റുന്നതിനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് നിങ്ങളുടെ മെമ്മറി കൂട്ടുക. ഒരു സ്പൈഡറിൻ്റെ നെറ്റ്വർക്ക് പോലെ ജസ്റ്റ് ഇംപ്രൂവ് യുവർ മെമ്മറി. അങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഇൻ പ്രിപ്പറേഷൻ പ്ലീസ് ഡെവലപ്പ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രിക്സ് ആൻഡ് ടിപ്സ് ഫോർ ബയോളജി. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞു. നമ്മളടുത്ത ജെനറ്റിക്സ് 2ലേക്ക് പെട്ടെന്ന് കയറുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞു പോയപ്പോൾ ജെനറ്റിക്സ് 1ലെ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് മാക്സിമം നമ്മൾ അതിലൂടെയൊക്കെ കടന്നുപോയി. ഇനി ജെനറ്റിക്സ് 2വിനെ നമുക്കൊന്ന് ക്വിക്ക് റിവിഷൻ നടത്താം. Are you ready? That is molecular basis of inheritance എന്ന ചാപ്റ്റർ. ഇതൊരു പ്രോസസ് ചാപ്റ്റർ ആണ്. നമുക്കറിയാം ലൈക്ക് സെൽ സൈക്കിൾ പോലെയൊക്കെ പ്രോസസ് ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓൾറെഡി നമുക്കറിയാം, നിങ്ങൾ ബയോളജി ടാർഗറ്റ് ഏണിംഗ് ടെസ്റ്റിലൂടെയൊക്കെ ഈ ചാപ്റ്റേഴ്സൊക്കെ വളരെ ഷാർപ്പായിട്ട് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നീറ്റിന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ടു കഴിഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഷുവ, അഷിഷ, അൽഫി, വെരി ഗുഡ്. ആരതി, അന്ന, സെറ, ഓക്കെ. പാർവതി, ഐശ്വര്യ, എല്ലാവരും വളരെ സ്മാർട്ടായിട്ട്. മീനാക്ഷി, ലിപ്നി, ഇമാനുവൽ. ഓക്കെ, നമുക്ക് നോക്കാം മോളിക്കുലാർ ബേസിസ്. ആർ യു റെഡി ഫോർ മോളിക്കുലർ? സോണ, ലിപ്നി, ഷീന. റിപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ കട്ട വെയിറ്റിംഗ് അല്ലേ? ഓൾറെഡി യു നോ ദിസ്. നമുക്ക് അതിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിപ്പോകുമ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് നോട്ടീസ് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, BTSും BTETും ഒക്കെ നിങ്ങൾക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ പോയിന്റ്സിലേക്ക് പോകാം. ഇതിനെ നിങ്ങൾക്കറിയാം, മോളിക്യൂൾ. വിച്ച് മോളിക്യൂൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻഹെറിറ്റൻസ്? DNA is the molecule responsible for inheritance. ആ മോളിക്യൂൾ ആണ് ഹീറോ ഓഫ് ദിസ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആ മോളിക്യൂളിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, അതായത് അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് ന്യൂക്ലിയോടൈഡ്. യു നോ ദിസ് ചാപ്റ്റർ റിലേറ്റഡ് വിത്ത് ബയോമോളിക്യൂൾസ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്. നൈട്രജൻ ബേസും ഷുഗറും തമ്മിൽ ചേരുന്നത് N-glycosidic bond to form nucleoside, and nucleoside plus phosphate by phosphoester bond to form nucleotide, and one nucleotide is connected with another nucleotide, that is phosphodiester bond. ഇതൊക്കെ നിങ്ങൾക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. That is connected with that is DNA, that is connected with biomolecules, and this one polynucleotide strand is connected with another polynucleotide strand by hydrogen bond. That's important. A and T by 2 hydrogen bond, G and C by 3 hydrogen bond. ഓക്കെ, ഇങ്ങനെയുള്ള ബോണ്ടുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കി ബോണ്ടുകളൊക്കെ നമ്മൾ ബയോമോളിക്യൂൾസിൽ കാണുന്നുണ്ട്. ഡു യു നോ വാട്ട് ഇസ് ദിസ്? ക്യാൻ യു ഗസ്? അറിയോ വാട്ട് ഇസ് ദിസ്? ഈ കാണുന്നത് എന്താണ് പറയാമോ? ക്യാൻ യു ഗസ് ദിസ്? DNA-ക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന നൈട്രജൻ ബേസ് ആണ്. വാട്ട് ഇസ് ദിസ്? പറയൂ. പറയൂ. DNA-ക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഇയാളാരാണ്? ദാറ്റ് ഈസ് thymine, right? 5-methyl uracil, right? Thymine, very good, thymine. Okay. And 5-methyl, yes, Aishwarya. Yes, Yadu. Thymine, yes.
Yes, Gayatri. Uracil, this one, right? This one. Uracil we can send in RNA, that is less stable. Thymine, നമുക്കറിയാം methyl guanosine triphosphate added capping, that is also provide stability കൊടുക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ this presence of thymine in the case in the thymine-ലുള്ള methane-ന്റെ presence, methyl-ന്റെ presence also definitely DNA-ക്ക് stability കൊടുക്കുന്നുണ്ട്. Yes, Hridaya, Meenakshi, Alina, Hridaya, Yashina, very good. And the next is Deham ആരാണ്? Frederick Mischer, nuclein കണ്ടുപിടിച്ചു in 1869 from Puzzle നിന്ന് nuclei കണ്ടുപിടിച്ചു, that is DNA. He named it as nuclein. DNA കണ്ടുപിടിച്ചു, അത് എന്ത് പേരിട്ടു? Nuclein എന്ന പേരിട്ടു, right? Nuclein. Frederick Mischer in the year 1869, that's important. And DNA structure ദേഹമാണ് Watson and Crick 1953 പല കാര്യങ്ങളുടെ 1953 തന്നെയാണ് റോസാലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ് ഓൾസോ എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് DNA ആൻഡ് ഓൾസോ ഇൻ 1953 തന്നെയാണ് can you say 1953 എന്ത് സംഭവിച്ചു? Can you say 1953? Yes, ribosome discovered by George Palade. Yes, George Palade, very important. 1953. The 1954 year on, can you find out? 1954 നമ്മുടെ ഇൻസൈഡിൽ ഉണ്ട്. Can you find out? അത് I will give you a clue, that is morphology of flowering plantsന് കാതർനെസ്സു എന്ന് പറയുന്ന ഒരാളുടെ പടമുണ്ട്, അതിലുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് ക്ലൂ ഉണ്ട്, ദാറ്റ് ഇസ് നമ്മുടെ രാമചന്ദ്രൻ പ്ലോട്ട്, ദാറ്റ് ഇസ് കൊളാജിനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അവിടെ അതിൻ്റെ ഇയർ കിടപ്പുണ്ട്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട്. ഓക്കെ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് നമ്മൾ DNA-യുടെ സ്ട്രക്ചറൊക്കെ എല്ലാവർക്കും അറിയാം. DNA-ക്ക് ഡബിൾ ഹെലി സ്ട്രക്ചർ ആണെന്നും DNA-യുടെ ഡയമീറ്റർ 20 ആങ്സ്ട്രം ആണെന്നും ഒരു ബേസ് പെയറും ഒരു ടേണിൽ ഒരു ഹെലിക്സിൽ 10 ബേസ് പെയർ ഉണ്ടെന്നും ആ 10 ബേസ് പെയറുള്ള DNA-യുടെ വിഡ്ത്ത് അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്ന 34 ആങ്സ്ട്രം ആണെന്നും അല്ലെങ്കിൽ 3.4 നാനോമീറ്റർ ആണെന്നും ബിറ്റ്വീൻ ബേസ് പെയർ 0.34 ആങ്സ്ട്രം ആണെന്നും ആൻഡ് 3.4 ആങ്സ്ട്രം ആണെന്നും ആൻഡ് ബിറ്റ്വീൻ ബേസ് പെയർ 0.34 നാനോമീറ്റർ ആണ് എന്നുമൊക്കെ നിങ്ങൾക്കറിയാം. വെരി ഇമ്പോർട്ടൻറ്റ്. യെസ് ഗായത്രി, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. സെറ, ഏബൽ, മീനാക്ഷി, ഗായത്രി നേച്ചറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇൻ ദ ഇയർ, ക്യാൻ യു സേ ഇൻ ദ ഇയർ? യെസ് ശ്രീലക്ഷ്മി, നിങ്ങൾ NCERT കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. വിച്ച് ഇയർ? 1954. ഐശ്വര്യ, പ്ലാന്റ് അനാട്ടമി, വെബ്സ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം, റൈറ്റ്. വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് സെർച്ച് ചെയ്യാൻ ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ ബയോളജിയെ വളരെ ഷാർപ്പായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ 2 ബുക്സും എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈസി മെത്തേഡ്സുകൾ ഉപയോഗിക്കുക, ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കുക. വെരി ഗുഡ് ലിഗ്നി. യെസ്, 1954 ആശിഷ, വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. യെസ് സെറ, ഗൗരി, വെരി ഗുഡ്. ആൻഡ് ദ നെക്സ്റ്റ് എർവിൻ ഷർഗാഫിനെ കുറിച്ച് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. എയും ടിയും ഈക്വൽ ആണ്, ജിയും സിയും ഈക്വൽ ആണ്, പ്യൂരിൻ പിരമിഡിൻ ഈക്വൽ ആണ്, A/T1 ആണ്, G/C1 ആണ്. ആ പ്രോബ്ലംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർവിൻ ഷർഗാഫ് റൂൾ, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എർവിൻ ഷർഗാഫ്, ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. DNA നമുക്കറിയാം നെഗറ്റീവ്ലി ചാർജ് ആണ്. DNA നെഗറ്റീവ്ലി ചാർജ് ആണ്. DNA പോസിറ്റീവ്ലി ചാർജ് ഹിസ്റ്റോൺ പ്രോട്ടീനെ റാപ്പ് ചെയ്ത് ന്യൂക്ലിയോസോം 10 നാനോമീറ്ററുള്ള ന്യൂക്ലിയോസോം H2A, H2B, H3, H4 ഹിസ്റ്റോൺ ഒക്ടാമറിൽ 200 ബേസ് പെയർ ഓഫ് DNA റാപ്പ് ചെയ്തുള്ള സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. one ന്യൂക്ലിയോസോം ഈസ് കണക്റ്റഡ് വിത്ത് അനദർ ന്യൂക്ലിയോസോം ബൈ ലിങ്കർ DNA. അവിടെയുള്ള പ്രോട്ടീനാണ് H1 ഹിസ്റ്റോൺ, റൈറ്റ്? യെസ്, അതൊക്കെ നിങ്ങൾക്കറിയാം. ന്യൂക്ലിയോസോം builds on string like structure, right? Yes. And the next is നമുക്കറിയാം ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ കാര്യമാണ്. ബാക്ടീരിയോഫേജിൽ എന്തോരം DNA കണ്ടന്റ് ഉണ്ട്. ബാക്ടീരിയോഫേജ് 5174 5386 ന്യൂക്ലിയോടൈഡ് ആൻഡ് ലാംഡയിൽ 48502 ബേസ് പെയർ, ഈ കോളയിൽ 4.6 × 10⁶ ബേസ് പെയർ. ഹപ്ലോഡ് കണ്ടന്റ് ഓഫ് DNA is 3.3 × 10⁹ ബേസ് പെയർ ആണെങ്കിൽ ഡിപ്ലോഡ് കണ്ടന്റ് എത്രയാണ് മക്കളെ? 6.6 × 10⁹ ബേസ് പെയർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ചോദ്യമുള്ള ഏരിയ, നമ്മൾ ഈ പറഞ്ഞു പോകുന്നതൊക്കെ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ, വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, നമുക്കറിയാം. പിന്നെ നമുക്കറിയാം DNA വീണ്ടും സ്കാഫോൾഡിംഗ് പ്രോട്ടീൻ കൊണ്ട് വീണ്ടും ദാറ്റ് ഈസ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ കൊണ്ട് വീണ്ടും നമുക്കറിയാം വീണ്ടും എന്താണ് കോയിൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബിക്കം യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. യു ആർ ലൂസ് ബട്ട് ആക്റ്റീവ്, റൈറ്റ്? Euchromatin means that is loosely packed but it is active, lightly stained, right? Densely packed is heterochromatin, that is inactive, right? പിന്നെ 2.2 മീറ്റർ ആണ് DNA യുടെ നീളം. എസ് സെറ, എസ് വിഘ്നേഷ്,
Yes, and very good. And then what about the length of E. coli? 1.36 mm. Important. NCERT. ഇതൊക്കെ പഠിക്കുക. Then search for genetic material. ഇതിനകത്ത് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നു എക്സ്പെരിമെൻറ്റ്സ്. ഇയർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇയർ, ഈ ഒരു സെൻറ്റൻസ് NCERTയിൽ നിന്ന് കടമെടുത്തതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസിന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. By 1926, the quest to determine the mechanism for genetic inheritance had reached the molecular level. മോളിക്കുലർ ലെവലിലെത്തി എന്നുള്ള ആ ഇയർ ബൈ 1926. മേ ബി യു നോ ദിസ്. ചിലർ അതൊക്കെ ശ്രദ്ധിക്കാതെ പോവും. അങ്ങനത്തെയുള്ള ഇയറുകൾ എൻട്രൻസിന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ് 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 ശ്രീലക്ഷ്മി, ഹൃദയ, വെരി ഗുഡ്. എല്ലാവരും വളരെ മിടുക്കരായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഇയർ 1928. ഫ്രെഡറിക് ഗ്രിഫിത്ത് ട്രാൻഡീസ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഡിപ്ലോകോക്കസ് ന്യൂമോണിയെ എലിയിലുള്ള പരീക്ഷണം ഓർക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ആറ് സ്ട്രെയിൻ എടുത്ത് മൈസി കുത്തി വെച്ചു, മൈസ് ഡെഡായി, ലൈവസ് ഈസ് ഡിസീസ് കോസിങ്. അത് മൈസിനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഹീറ്റുകളിലെസ് എന്ത് ചെയ്തില്ല, ഹീറ്റുകളിലെസ് എടുത്ത് മൈസി കുത്തി വെച്ചപ്പോൾ മൈസ് ഡെഡായില്ല. എന്നാൽ ഹീറ്റുകളിലെ പ്ലസ് ലൈവാർ, അപ്പോൾ ലൈവാർ ഈസ് ട്രാൻസ്ഫോംഡ് ടു ലൈവസ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡെഡ് ബോഡി ഓഫ് മൈസിന്ന് ലൈവസ് കിട്ടി. ലൈവാർ ഈസ് ട്രാൻസ്ഫോംഡ് ടു ലൈവസ്. സംതിങ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ഹീറ്റുകളിലെസ് ടു ലൈവാർ, വിച്ച് വിൽ ട്രാൻസ്ഫർ ലൈവാർ ടു ലൈവസ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഫ്രെഡറിക് ഗ്രിഫിത്ത് ഇൻ ദ ഇയർ 1928. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ എന്ത് രസകരമായിട്ടുള്ള, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. യു നോ ദാറ്റ്. ആൻഡ് ദെൻ ഇവരാണ് ആ ഏത് ബയോ കെമിക്കലാണ് വിച്ച് വിൽ ട്രാൻസ്ഫർ ഫ്രം ഹീറ്റുകളിലെസ് ടു ലൈവാർ എന്ന് കണ്ടുപിടിച്ച് ഓസ്വാൾഡ് ഏവറി, കോളിൻ മാക്ലിയോഡ്, മാക്ലിൻ മെക്കാർട്ടി, 1933, 1944. വെരി ഇമ്പോർട്ടൻറ്റ്. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അവർ മനസ്സിലാക്കി DNA ആണ് ബയോകെമിക്കൽ എന്ന് മനസ്സിലാക്കി. DNA ആണെന്ന് ആ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്കറിയാം. DNA ആണെന്ന് യെസ് ലിപ്നി, യെസ്, ഓക്കെ, മനസ്സിലാക്കി. ഓക്കെ, വെരി ഗുഡ് ആദിത്യൻ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇവരാരാണ് പറ. ക്യാൻ യു ഗസ് ഹു ഇസ് ദിസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന് ഇവരുടെ ഫോട്ടോ NCERTയിലില്ല. ഇവരാരാണ്? ഇയർ ഏതാണ് പറയൂ. വെരി ഗുഡ് ഷീന. ആൽഫ്രഡ് ഹെർഷി ആൻഡ് മാർത്ത ചേസ് ഇൻ 1952. Unequivocal proof that DNA is the genetic material. Single opinion that DNA is the genetic material came from the experiment of Alfred Hershey and Martha Chase in the year 1952. That's important. Okay, very important year 1952, 1928, 1952, 1869, right? Important. Yes. ഇവർ ചെയ്ത എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾക്ക് വെള്ളം പോലെ അറിയാമായിരിക്കും അല്ലേ. യു നോ ദിസ്. ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്, സെൻട്രിഫ്യൂഗേഷൻ. P32 കൊണ്ട് DNA ലേബൽ ചെയ്തു, S35 കൊണ്ട് നമ്മുടെ ബാക്ടീരിയോഫേജിൻ്റെ പ്രോട്ടീനെ ലേബൽ ചെയ്തു, എന്നിട്ട് ഇൻഫെക്ഷൻ ചെയ്തു, ബ്ലെൻഡ് ചെയ്തു, സെൻട്രിഫ്യൂഗേഷൻ നടത്തി. ഐഡൻറ്റിഫൈഡ് ദാറ്റ് ബാക്ടീരിയക്കകത്ത് എന്ത് കയറി? P32 ലേബിൾഡ് DNA. ഐഡൻറ്റിഫൈഡ് ദാറ്റ് ബാക്ടീരിയോഫേജിൽ നിന്ന് ബാക്ടീരിയയിലേക്ക് പോയത് നൺ അതർ ദാൻ ദാറ്റ് ഈസ് DNA എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഹെർഷി ചേസ് എക്സ്പെരിമെൻറ്റ് ഇൻ ദ ഇയർ 1952. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 1952 അത് നിങ്ങൾക്കറിയാം. ആ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചോണം. അങ്ങനെയാണെങ്കിൽ ആ DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എങ്കിൽ വാട്ട് വിൽ ബി എന്തായിരിക്കണം ജെനറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി? റിപ്ലിക്കേഷന് കഴിയണം, സ്റ്റേബിൾ ആയിരിക്കണം. എങ്ങനെയൊക്കെ? കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. എവല്യൂഷൻ അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, സ്ലോ ചേഞ്ചസ് നടത്തണം. ലിസ്റ്റ് മ്യൂട്ടേഷൻ. ഓക്കെ ഷീന, യെസ്, ആരതി. Okay, and then should be able to express of Mendelian characters. Mendelian character എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം. Mendelian character എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കണം. ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് വെള്ളം പോലെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു നോ ദിസ് ബിക്കോസ് ദർശന അക്കാദമിയുടെ എക്സാംസ് ഒക്കെ നിങ്ങൾ അതിലേക്ക് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ പോയിന്റ്സും കണ്ടിട്ടുണ്ട്, റൈറ്റ്? യെസ്, ക്ലാസ്സുകളൊക്കെ. ആൻഡ് റിപ്ലിക്കേഷൻ നടത്തുമോ? യെസ്, DNA ആറിന് റിപ്ലിക്കേഷൻ നടത്തും. അവർ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ഓക്കെ. പക്ഷേ സ്റ്റെബിലിറ്റിയുടെ കാര്യം വരുമ്പം ഹൂ ഈസ് മോർ സ്റ്റേബിൾ? DNA is more stable because അതിന് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഉണ്ട്. ഒരു സ്ട്രാൻഡ് അടുത്ത സ്ട്രാൻഡോട് കണക്ട് ചെയ്ത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. തൈമിൻ്റെ പ്രസൻസ് ഉണ്ട്. തൈമിനാണ് ഉള്ളതുകൊണ്ട് റിയാക്ഷൻ കുറവാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്, റൈറ്റ്? ഡിയോക്സി റൈബോ ഷുഗറിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന DNA-ക്കാണ്. RNA ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് റിയാക്റ്റീവാണ്. അതുപോലെ തന്നെ യുറാസിലുണ്ട്. അതുപോലെ തന്നെ RNA ഒരു കാറ്റലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ which one is more stable? DNA.
ഓക്കെ. അപ്പോൾ DNA, വിച്ച് വൺ ഈസ് ഫാസ്റ്റ് മ്യൂട്ടേഷൻ നടക്കുന്നത് RNA-ക്കാണ് അല്ലേ. അപ്പോൾ വിച്ച് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ജനറ്റിക് മെറ്റീരിയൽ ഈസ് DNA എന്ന് കണ്ടുപിടിക്കുകയാണ്. DNA ഈസ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ഹൂ ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഉറപ്പിച്ചു. DNA. ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് പഠിച്ചിരിക്കണം. അങ്ങനെയാണ് DNA ആണ് ഹീറോ എങ്കിൽ DNA നമുക്ക് എങ്ങനെ പഠിക്കണം? ഹൗ ദിസ് DNA എക്സ്പ്രസ്, ദാറ്റ് ഈസ് കോൾഡ് ജീൻ എക്സ്പ്രഷൻ. ദാറ്റ് ഈസ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു നമുക്കറിയാം, ഈ ഒരു സംഭവം എത്ര തവണ നീറ്റിന് ചോദിച്ചതാണ് മക്കളെ, എത്ര തവണ അല്ലേ. DNA ആവുന്ന റിപ്ലിക്കേഷൻ, DNA mRNA ആവുന്ന ട്രാൻസ്ക്രിപ്ഷൻ, mRNA പ്രോട്ടീൻ ആവുന്ന ട്രാൻസ്ലേഷൻ, RNA-ൻ്റെ ഫ്രണ്ട്സിൽ ഏത് പ്രോസസ്സ് തടയും? ട്രാൻസ്ലേഷൻ അല്ലേ. അതവിടെ ബയോടെക് 2 അല്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സെൻട്രൽ ഡോഗ്മയൊക്കെ എത്ര തവണ ചോദിച്ചതാണ് മക്കളെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ഈ മുന്നോട്ടുള്ള ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റിപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ. വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ, റൈറ്റ്. റിപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. NCERT ആണ് വളരെ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പോയിന്റ്സ് ഒന്നും പറയാതെ എന്നാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന പോലെ പറഞ്ഞു വെച്ചിരിക്കുന്നു. NCERT നല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഈ ഏരിയ എന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിലുമൊക്കെ നമുക്കറിയാം NCERT-ലെ സെൻറ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഈ ചാപ്റ്ററിലൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. That's important. Replication is the first point. Replication-നെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. റിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും വരിക? ഇദ്ദേഹം ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സെൻറ്റൻസ് NCERT-ൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓൾറെഡി. Yes, Lipni, you know that. That is, it has not escaped our notice that the specific pairing we have postulated immediately suggests a possible copying mechanism for the genetic material by Watson and Crick in 1953. Again 1953, this statement. Yes, Aishwarya, yes, Sheena, very good. നിങ്ങൾ വളരെ പഞ്ചായിട്ട് നിൽക്കുന്നുണ്ട്. That's good. Okay. And then replication is semi-conservative replication, right? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ എക്സ്പെരിമെൻറ്റ് പറ, ആരാ ചെയ്തേ പറയൂ. സെമി കൺസർവേറ്റീവ് റിപ്ലിക്കേഷൻ ആരുടെയാണ്? അവരുടെ പടമാണോ ആദ്യം വരുന്നത്? അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയും, നേരത്തെ ആൻസർ പറയും മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ in 1958 and in the eukaryotes also by Visia Faba by that is Taylor and his colleagues in 1958 itself. ആ ഇയറൊക്കെ വെള്ളം പോലെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1958. Okay. And they use experimental material bacteriophage, no, E. coli, Escherichia coli, right? E. coli DNA label with N15 and then N14-ലേക്ക് മാറ്റിയതും ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, റൈറ്റ്? ദാറ്റ് ഈസ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് ആർക്കെങ്കിലും അറിയാത്തതുകൊണ്ടാണോ മക്കളെ? ഉണ്ടോ? ഇല്ല. ബാക്ടീരിയയുടെ E. coli-നെ N15-ലിട്ടു, N15-ലിട്ടതിനെ നമ്മൾ N14-ലേക്ക് മാറ്റി, ഫസ്റ്റ് ജനറേഷൻ നോക്കി. E. coli 20 minutes ആണ് അല്ലേ. അപ്പോൾ ഹൈബ്രിഡ്, മുഴുവൻ ഹൈബ്രിഡ്, 100% ഹൈബ്രിഡ്. ദെൻ സെക്കൻഡ് ജനറേഷൻ അവിടെ തന്നെ ഇട്ടു, അപ്പം 40 minutes ആയി. അപ്പോൾ എത്രയായി? ദാറ്റ് ഈസ് അവിടെ ഇപ്പോൾ 2 ഹൈബ്രിഡ് ആൻഡ് 2 ഹാഫ് ഹൈബ്രിഡും ഹാഫ് N14-ഉമായി. ദാറ്റ് ഈസ് 50%. നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എപ്പോഴും 2 ഹൈബ്രിഡാണ് വരിക. മൂന്നാമത്തെ ജനറേഷനിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടായി? ദാറ്റ് ഈസ് മൂന്നാമത്തെ ജനറേഷനിൽ ദാറ്റ് ഈസ് 8 DNA സ്ട്രാൻഡ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് 2% 2 എന്ന് പറയുന്നത് 2/8 എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആയിരിക്കും. ബാക്കി മുഴുവൻ N15 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക. 25% ആയിരിക്കും. പിന്നെ അത് 25/2 ആവും. അങ്ങനെ കുറഞ്ഞു പോകും ഓരോ തവണ. എല്ലാ തവണയും ഹൈബ്രിഡ് എന്ന് പറഞ്ഞ നമ്പർ 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ഓൾറെഡി യു നോ ദ കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ്, സീഷ്യം ക്ലോറൈഡ് ഗ്രേഡിയൻ്റ് സെൻട്രിഫ്യൂഗേഷൻ നടത്തി എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാരഥി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഈ ജനറേഷൻ. ഇതെല്ലാം അറിയാമല്ലോ. ഈ ക്വസ്റ്റ്യനും ഈ ഹൈബ്രിഡും ഡെൻസിറ്റി ഗ്രേഡിയൻറ്റും സീഷ്യം ക്ലോറൈഡ് സെൻട്രിഫ്യൂഗേഷനും ഒക്കെ അറിയാമല്ലോ. അമൽ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുക. വിസിയ ഫാബ, ഇതാണ് ഫാബ ബീൻസ്. ക്യാൻ യു സേ വിച്ച് ചാപ്റ്റർ ഫാബ ബീൻസ് ടേം? Just do it. Faba beans എന്നൊരു ടേം 1 ചാപ്റ്ററിൽ കാണാം. Can you guess which chapter? Say. Faba beansന് വേറൊരു പേരും കൂടെ ഉണ്ട്. That is also in another chapter. Can you find out? Faba beans, can you find out? Faba beans, which chapter? Faba beans. വിസിയ ഫാബയുടെ പേരെന്താണ്? Find out which chapter എന്നെങ്കിലും പറയൂ. Not morphology. Strategy. Yes, Ashisha. Strategies. Which name, Ashisha? Say. Yes, Aishwarya. Or Shua. Who will say? Which name? Yes.
ഏതാണ് പറയൂ? യെസ് എറ. ഏത് ചാപ്റ്റർ, ഏത് ഏരിയ? പേര് പറഞ്ഞേ. Yes, that's important. You just find out Vicia faba. What is Vicia faba? Okay, you can see. Yes, broad bean, right. Broad bean, lab bean, French bean, garden bean. It's a variety of beans rich in protein developed by IARI, Indian Agriculture Research Institute, during Green Revolution. Biofortification, that's important, right? Yes. Okay. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള അടിപൊളി രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് DNA replication. DNA replication കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഹെലിക്കേസ് എൻസൈം വരുന്നു, അത് മാത്രമേ ഉള്ളൂ അല്ലേ. ഹെലിക്കേസ് പിന്നെ ടോപ്പോഐസോമറൈസ് എൻസൈം ആയിട്ട് പറയുന്നില്ല. അൺബൈൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം DNA ലീഡിങ് സ്ട്രാൻഡ്, ലാഗിങ് സ്ട്രാൻഡ്, പ്രൈമർ അഡീഷൻ ആയിട്ട് 3' അപ്പോൾ ഈ എൻഡ് ലീഡിങ് ആയിരിക്കും, ഇവിടെ പ്രൈമർ ആഡ് ചെയ്യുമ്പോൾ ലാഗിങ് സ്ട്രാൻഡ് ആയിരിക്കും. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്, ദറ്റ് ഈസ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ് ഡിസ്കവേർഡ് ബൈ റേജി ഒക്കസാക്കി. ഇറ്റ് ഈസ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്. DNA replication is semi conservative replication fork. എന്തൊക്കെ ചോദ്യങ്ങളാണ്? വിച്ച് വൺ? ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു ഒരു തവണ ചോദിച്ചെന്നാ? ദാറ്റ് ഈസ് RNA അൺബൈൻഡ് ചെയ്യുന്ന എൻസൈമിന്റെ പേര്. അപ്പോൾ ഓപ്ഷനിൽ ഹെലിക്കേസ് ഉണ്ട്, RNA പോളിമറൈസ് ഉണ്ട്. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ് ആൻസർ? RNA പോളിമറൈസ് ആണ് ട്രാൻസ്ക്രിപ്ഷനിൽ DNA അൺബൈൻഡ് ചെയ്യുന്നത്. റിപ്ലിക്കേഷനിൽ DNA അൺബൈൻഡ് ചെയ്യുന്നത് DNA പോളിമറൈസ്. അപ്പോൾ ആ ഒരു ഹെലിക്കേസ് എൻസൈം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചു പഠിക്കാറുണ്ട്. പോയിന്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ റിപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് നമുക്കറിയാം. ലീഡിങ് ലാഗിങ് സ്ട്രാൻഡ് ചോദിക്കും, ഹെലിക്കേസ് എൻസൈം ചോദിക്കും, പ്രൈമർ അഡീഷൻ ഏതെങ്കിലും ചോദിക്കും. വിച്ച് ഡയറക്ഷൻ? റിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ. വാട്ട്സ് ഡയറക്ഷൻ? 5'3' ഡയറക്ഷൻ. വാട്ട്സ് ഡയറക്ഷൻ? 5', 3' ഡയറക്ഷനാണ് എല്ലാ കേസിലും. ഇനി അടുത്ത പോയിന്റ്, പ്രോക്യാരിയോട്സിൽ റിപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്ന സൈറ്റോപ്ലാസത്തിലാണെങ്കിൽ യൂക്യാരിയോട്സിൽ റിപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും നടക്കുന്ന ന്യൂക്ലിയസിലും ട്രാൻസ്ലേഷൻ സൈറ്റോപ്ലാസത്തിലുമാണ്. അങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾക്കറിയാം ഓൾറെഡി, അങ്ങനെ പഠിക്കുക. Then transcription in prokaryotes and eukaryotes. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ? ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻസ്? ഇനിസിയേഷൻ ഫാക്ടർ, സിഗ്മ ഫാക്ടർ കൊണ്ടുവന്ന് RNA പോളിമറൈസിനെ കൊണ്ട് വെക്കുമ്പോൾ DNA അൺബൈൻഡ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ഹിയർ ഇൻ ദിസ് കേസ് ട്രാൻസ്ക്രിപ്ഷൻ RNA പോളിമറൈസ്, DNA ഡിപെൻഡന്റ് RNA പോളിമറൈസ്. In the case of prokaryote transcription, only one type of RNA polymerase that synthesize rRNA, mRNA, tRNA, right? അപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ടെർമിനേഷൻ നടത്തുമ്പോൾ ടെർമിനേഷൻ സൈറ്റ് വരുമ്പോഴത്തേന് ആര് വരും? നമ്മുടെ റോ ഫാക്ടർ വന്ന് നമ്മുടെ RNA പോളിമറേസിനെ പിടിച്ച് താഴെ ഇടുന്നു. mRNA നേരെ പോയിട്ട് റൈബോസോമിൽ ബൈൻഡ് ചെയ്യാം. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ കപ്ലിംഗ് ഇൻ പ്രോകാരിയോട്സ്. Transcription and translation is coupling in prokaryotes. Whereas in eukaryotes, transcription takes place in nucleus, whereas translation takes place in cytoplasm. Avadekku nuclear pore vazhi irangi varum headum, that is capum tailum okke itta. In the case of eukaryotes, whereas in the case of prokaryotes, there is അങ്ങനെയല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റൈബോസോമിലേക്ക് ബൈൻഡ് ചെയ്യാണ്. പോളിസോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളിസോംസ്. വാട്ട് ഈസ് പോളിസോം? Can you say what is polysome? Polysome is the feature of prokaryote. What do you mean polysome? Can you say what is polysome? Yes, coupling the reaction. Very good, Aishwarya, Sheena. What is polysome? Just waiting. Polysome എത്ര റൈബോസോം അല്ലെങ്കിൽ എന്താണ്? What is the point? What is polysome? What is polysome? What is polysome? Find out. പറഞ്ഞേ. Very good. Polysome is very many and the many is Abhijit. Yes, many ribosome on single mRNA. Very good, Abel. Many ribosome on single mRNA. That is polysome is the feature of prokaryotes. That is polycistronic is the feature of prokaryote. Polycistronic. Single many cistron under the control of many gene, more than one gene under the control of single promoter, polycistronic. Whereas in monocistronic, single gene, single promoter, that is in eukaryotes. Okay? Yes, that's point. But that's difference. Eukaryotes, prokaryotes നമ്മൾ വ്യത്യാസം നമുക്കറിയാം. യൂക്കാരിയോട്സിൽ വേറെ ഇനിഷ്യേഷൻ ഫാക്ടർ ഉണ്ട്, ടെർമിനേഷൻ ഫാക്ടർ ഉണ്ട്. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ മോണോസിസ്ട്രോണിക് ആണെന്നുള്ളതും അതുപോലെ ക്യാപ്പിംഗ് ടെയിലിംഗ് ഉണ്ട്.
യൂക്കാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ് ആൻഡ് ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസ്റ്റിലാണ്. അപ്പം അങ്ങോട്ട് എത്തണം. അപ്പോൾ അതിന് DNA ദർ ഇസ് ഹൈലി സെൻസിറ്റീവ് DNA, അതിനൊന്നും പറ്റരുത്. സോ ക്യാപ്പിംഗ് ഈസ് ദെയർ, മീഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ആൻഡ് പോളി അഡിനിലേറ്റ് റെസിഡ്യൂസ്, അഡിനിലിക് ആസിഡ് ഈസ് ആഡഡ് അറ്റ് ഡ്യൂറിങ് tailing, right? That is 200 to 300 adenilic acid is added, adenylyl residues is added, right? And it consists exons and introns. Exons means expressed sequence, introns means intervening sequence. അപ്പോൾ intervening sequence remove ചെയ്യും, that is by spliceosome. Spliceosome we know that is RNP, ribonucleoproteinകളാണ്. Ribonucleic acid SN, that is snRNA, small nuclear RNA plus ribonucleic that is പ്രോട്ടീനും കൂടെ ചേർന്നുണ്ടായ കോംപ്ലക്സ് ആണ്. ആ കോംപ്ലക്സ് ആയിട്ടുള്ള ദാറ്റ് ഈസ് സ്പ്ലൈസിയോസോം റിമൂവ്, എന്തിനെ റിമൂവ് ചെയ്യും? റിമൂവ് ദിസ് നമ്മുടെ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യും, എക്സോൺസിനെ മാത്രം ജോയിൻ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സ്പ്ലൈസിങ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സ്പ്ലൈസിങ്, റൈറ്റ്? സ്പ്ലൈസിങ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സ്പ്ലൈസിങ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന RNA ഈസ് HNRNA, ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA, സ്പ്ലിറ്റ് ജീൻ ഓർ ജങ്ക് ജീൻ, റൈറ്റ്? ഓക്കെ. ആൻഡ് നമുക്കറിയാം ഇതിൻ്റെ അകത്ത് HNRNA ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ പോയിന്റ്. യൂക്കാരിയോട്സിൽ 3 types of RNA polymerase. RNA polymerase 1, 2, 3. 1 synthesize rRNA, 2 synthesize mRNA, 3 synthesize tRNA. rRNAയോടൊപ്പം തന്നെ RNA polymerase 1 synthesize 28S RNA, 18S RNA, 5.8S RNA. mRNA synthesize mRNA, that is RNA polymerase 2, that is HNRNA, heterogeneous nuclear RNA or split gene or junk gene. And tRNA, RNA polymerase 3 synthesize tRNA, 5S RNA and snRNA, small nuclear RNA. Very, very, very important, right? ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ വളരെ പക്കായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ചു തന്നെ പോകുന്നുണ്ട്. വെരി ഗുഡ്. ദിസ് മോണോസിസ്റ്റോണിക്, പോളിസിസ്റ്റോണിക് ടൈപ്സ് ഓഫ് RNA നമ്മൾ ഓൾറെഡി കണ്ടു. വാട്ട് ഈസ് റോൾ ഓഫ് RNA? ദാറ്റ് ഈസ് tRNA എന്ത് ചെയ്യുന്നു, mRNA എന്ത് ചെയ്യുന്നു, rRNA ഡയറക്ട്ലി NCERT ആൻഡ് tRNAയുടെ സ്ട്രക്ചർ. ഇതാണ് ഇപ്പോഴത്തെ സ്ട്രക്ചർ. tRNA അഡാപ്റ്റർ മോളിക്യൂൾ, tRNAയുടെ സ്ട്രക്ചർ, ആൻറ്റികോഡൺ ബൈൻഡിങ് സൈറ്റ്, റൈബോസോം ബൈൻഡിങ് സൈറ്റ്, ദെൻ അമിനോ ആസിഡ് സിന്തേസ് എൻസൈം ബൈൻഡിങ് സൈറ്റ്, വേരിയബിൾ ആം. ഓക്കെ, എല്ലാം അറിയാം. ദെൻ tRNAയുടെ 2D വ്യൂ ഈസ് ഇൻവേർട്ടഡ്, ദാറ്റ് ഈസ് ക്ലോവർ ലീഫ് ഷേപ്പ് ആണെങ്കിൽ 3D വ്യൂ ഈസ് ഇൻവേർട്ടഡ് L ഷേപ്പ്, അതൊക്കെ നമുക്കറിയാം. ദെൻ ഇവരുടെ പേരുകളൊക്കെ അറിയാവുന്ന ഓർത്ത് നോക്കിയേ. ജോർജ് ഗാമോ ഫിസിസ്റ്റിൻ്റെ ഇൻസൈഡിലെ പോയിന്റ്, അത് എന്ത് ചെയ്തു? കോമ്പിനേഷൻ ഓഫ് ബേസസ്, ദാറ്റ് ഈസ് 4 bases ആണെന്നും അതിനകത്ത് 20 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഹർഗോവിന്ദ് ഖൊറാനയുടെ പോയിന്റ് ട്രിപ്ലെറ്റ് ആണെന്നും ദാറ്റ് ഈസ് ഹോമോപോളിമറും കോപോളിമറും ഉണ്ടാക്കിയത് ഹർഗോവിന്ദ് ഖുറാന. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട പോയിന്റ്സ് ആണ്. മാർഷൽ നിറൻബർഗിൻ്റെ സെൽ ഫ്രീ സിസ്റ്റം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സെവറോ ഒക്കോവ എൻസൈം, പോളിന്യൂക്ലിയേറ്റഡ് ഫോസ്ഫോറിലേസ് എൻസൈം, ഹെൽപ്ഫുൾ ഇൻ പോളിമറൈസിങ് RNA വിത്ത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട NCERT സെൻറ്റൻസുകളാണ് കേട്ടോ. ഈ 4 സയൻസിൻ്റെ പേരുകൾ ഇമ്പോർട്ടൻറ്റ്. ദെൻ ജനറ്റിക് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ്സും കാര്യങ്ങളൊക്കെ ഡെക്കറായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ഈ ടേബിൾ പഠിച്ചേ പോകാവുള്ളൂ. നിങ്ങൾ പഠിക്കുക. യു ആജുക, ദാറ്റ് ഈസ് സ്റ്റോപ്പ് കോഡോൺ ഉണ്ട്. 64 കോഡോൺസിൽ 3 കോഡോൺസ് ആർ സ്റ്റോപ്പ് കോഡോൺ, 61 കോഡോൺസ് കോഡിങ് ഫോർ അമിനോ ആസിഡ്, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം. ജനറ്റിക് കോഡ് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം പഠിക്കുക. ദെൻ ട്രിപ്ലെറ്റ് ആണ്, അൺആംബിഗ്വസ്, സ്പെസിഫിക്, യൂണിവേഴ്സൽ, നോൺ ഓവർലാപ്പിംഗ്, punctuation ഇല്ല, contagious, degenerate in nature, more than 1 codon code for 1 amino acid, that is degeneracy is important. Degeneracy, that's important, right? That's important. അത് പഠിക്കുക. And then നമുക്കറിയാം initiation codon AUG, that's also coding for methionine. Terminating codon, it consists UAA, UAG, UGA, that's important. Genetic code is unambiguous. Unambiguous means oru codon, specific amino acid, right? That is GGG coding for lysine, UU coding for phenylalanine, right? That is the point. And genetic code is that is Wobble base. What is Wobble position? Third position, that is GUA, GUC, GUG, GUU code for valine. Valine ആദ്യത്തെ രണ്ടും സെയിം അല്ലേ? GU, right? But third position is different. Third position is Wobble position. tRNA bind ചെയ്യാൻ തീരുമാനിക്കുന്ന third position. That is discovered by Crick. Wobble position, right? Wobble position, right? ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക.
Then translation. നമുക്കറിയാം mRNA പ്രോട്ടീൻ ആവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം എന്താ? mRNA എവിടെ പോയി ബൈൻഡ് ചെയ്യും? സ്മോളർ റൈബോസോമിൽ എൻകൗണ്ടർ ചെയ്യും വൈൽ ട്രാൻസ്ലേഷൻ ബിഗിൻസ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ചോദിച്ച ചോദ്യം എന്താ? ട്രാൻസ്ലേഷന്റെ ഫസ്റ്റ് പ്രോസസ് എന്താണ്? ചാർജിങ് ഓഫ് tRNA, ദാറ്റ് ഈസ് അമിനോ അസിലേഷൻ ഓഫ് tRNA. ഡയറക്റ്റ് NCERT സെന്റൻസ്, അത് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൗ ഇറ്റ് ഈസ് ഹാപ്പൻസ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ഇ സൈറ്റ്, പി സൈറ്റ്, എ സൈറ്റ്. ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ പ്രോട്ടീൻ ഉണ്ടാവും. വാട്ട്സ് ദ ഡയറക്ഷൻ ഓഫ് സിന്തസൈസ്? 5'3' ഡയറക്ഷൻ, റൈറ്റ്? പ്രോട്ടീൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇത് NCERTലെ ഡയഗ്രമാണ്. ദാറ്റ് ഈസ് ഇ സൈറ്റ്, എ സൈറ്റ്, പി സൈറ്റ്, ഇ സൈറ്റ്. എ സൈറ്റ് acceptor of charged tRNA, E site, P site is peptidyl transferase site, and E site is exit. Uncharged tRNA become exit from E site. Okay, smaller ribosomeilana, smaller subunitsilana this mRNA encounter. That was the question. NCERTലെ sentence early chapter വളരെ important ആണ്. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. എപ്പോഴും ജീൻ എക്സ്പ്രഷൻ നടക്കുകയാണോ? അല്ല. ഏതൊക്കെ ലെവലിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം? ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, ട്രാൻസ്ലേഷൻ ലെവൽ, ആൻഡ് ഓൾസോ പ്രോസസ്സിംഗ് ലെവൽ, അല്ലെങ്കിൽ സ്പ്ലൈസിംഗിൻ്റെ ലെവലിൽ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ദ ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം ലെവലിലൊക്കെ റെഗുലേറ്റ് ചെയ്യാം. ദെൻ ലാക്കോപ്രോൺ. ലാക്കോപ്രോൺ അങ്ങനെ ഒരു റെഗുലേഷനാണ്. ജേക്കബ് ആൻഡ് മൊണാഡ്. ലാക്കോപ്രോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ZYA. ഓക്കെ, റിപ്രസർ mRNA. ഈ ഡയഗ്രം ഒക്കെ ഓർക്കുന്നുണ്ടോ? ZYA. Z is beta galactosidase, Y trans permease, A trans acetylase. It will produce single mRNA. Important. അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു. ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ വാട്ട് ഹാപ്പൻ? ഇൻഡ്യൂസർ ഈസ് ലാക്ടോസ്. ഇല്ലാത്ത സമയത്ത് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് അറ്റ് ദ ഓപ്പറേറ്റർ റീജിയൻ, ദെയർഫോർ RNA polymerase couldn't work properly. അപ്പോൾ എന്നാ പറ്റും? ഇസഡും വൈയും എയും mRNA ഉണ്ടാക്കില്ല. അപ്പോൾ സിസ്റ്റം ഈസ് സ്വിച്ച് ഓഫ്. എന്നാൽ സ്വിച്ച് ഓൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ വരുമ്പോൾ റിപ്രസർ പ്രോട്ടീനെ ഓപ്പറേറ്റ് ചെയ്ത് പിടിച്ച് താഴെ ഇടും. അപ്പോൾ എന്നാ പറ്റും? ദാറ്റ് വിൽ ബിക്കം ഫ്രീ. അവിടെ RNA പോളിമറേസിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്ത് ZYA പ്രൊഡ്യൂസ് ഇറ്റ്സ് കറസ്പോണ്ടിങ് mRNA ആൻഡ് സിംഗിൾ ലാക്ക് mRNA ആൻഡ് പ്രൊഡ്യൂസ് 3 enzymes, beta galactosidase, permease ആൻഡ് ട്രാൻസ് അസിറ്റലേസ്. ഇതൊക്കെ അറിയാം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റുകൾ NCERTലെ എല്ലാ പോയിന്റും നല്ല പക്കയായിട്ട് വായിച്ച് പഠിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പോയിന്റ്സ്. എല്ലാ സെൻറ്റൻസ് പഠിച്ചിരിക്കണം. അതിനകത്ത് കുഞ്ഞു പോയിന്റ്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും പഠിച്ച് തന്നെ എൻട്രൻസിന് ക്ലാസ്സിലേക്ക് എക്സാം ഹാളിലേക്ക് കയറാവുള്ളൂ. ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിലൂടെ ആ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. ദാറ്റ് ഈസ് അലക്സ് ജെഫ്രി. എക്സ്ട്രാക്ഷൻ, ഐസൊലേഷൻ ഓഫ് DNA, ആംപ്ലിഫിക്കേഷൻ, റെസ്ട്രിക്ഷൻ, ഡൈജഷൻ നടക്കുന്നു. DNA സീക്വൻസുകളെ സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് സദേൺ ബ്ലോട്ടിംഗ് ഇൻ ദ കേസ് ഓഫ് DNA, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഇൻ ദ കേസ് ഓഫ് പ്രോട്ടീൻ, നോർത്തേൺ ബ്ലോട്ടിംഗ് ഇൻ ദ കേസ് ഓഫ് RNA, ആൻഡ് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഓട്ടോ റേഡിയോഗ്രഫി. ദാറ്റ് ടെക്നിക് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് സ്റ്റെപ്പ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആ സ്റ്റെപ്പുകളൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ജെനറ്റിക്സ് 2. ജെനറ്റിക്സ് 1 ആൻഡ് ജെനറ്റിക്സ് 2 തീർച്ചയായും നിങ്ങൾക്ക് നല്ല സ്കോർ വരുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും മിടുക്കരായിട്ട് ആ ചാപ്റ്ററുകളെ അനലൈസ് ചെയ്യാനും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞു പോയത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരുന്നോ മക്കളെ? ഈ ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്കഷൻ ഇനി നമ്മൾ ബയോടെക്നോളജി 1 കൂടെ പറയാൻ പോവാണ്. ഐ ഹോപ്പ് യു ആർ ദെയർ. യെസ്, ബെനിഫിഷ്യൽ ആണോ? ജെനറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? യെസ് ആണോ? കമൻറ്റ് ചെയ്തേ. യെസ്. ഇനി നമ്മൾ പോകുന്നത് ബയോടെക്നോളജിയിലേക്കാണ്. ബയോടെക്നോളജി നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ബയോടെക്നോളജി. യെസ്, ബെനിഫിഷ്യൽ ആയിരുന്നു. യെസ്, യെസ് അൽഫി. ഓക്കെ ഫൈൻ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ബയോടെക്നോളജിയും കൂടെ പറയാമല്ലോ. ആർ യു റെഡി? ഒരു 15 minutes നമുക്കൊരു ബയോടെക്നോളജിയും കൂടെ ഒക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ ഫൈൻ.
ഓക്കെ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിലേക്ക് നമ്മൾ കയറുകയാണ്. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ ഈ ആഴ്ച നിങ്ങളുടെ ദിവസമാണ് സൺഡേ, നെക്സ്റ്റ് സൺഡേ നിങ്ങളുടെ ദിവസമാണ്. അപ്പം അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. തീർച്ചയായും നിങ്ങൾ വിജയിക്കും. ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ്, നിങ്ങൾ എപ്പോഴൊക്കെ പുറകോട്ട് പോയിട്ടുണ്ടോ, മാർക്ക് നിങ്ങൾ ആഗ്രഹിച്ച് കിട്ടാതെ പോയിട്ടപ്പോൾ നിങ്ങളെടുത്ത എന്തോ സ്പിരിറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ കയറി വരാൻ നിങ്ങൾ കാണിച്ചൊരു ഉത്സാഹം ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയാണ് മക്കളെ പുറകോട്ട് പോകാൻ പറ്റുക, തോക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ മാർക്ക് കുറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ ആരും അറിയാതെ കരഞ്ഞിട്ടില്ലേ? വിഷമിച്ചിട്ടില്ലേ? പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റില്ലേ? ആ കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ വിജയം നിങ്ങളുടെ പുറകെ നിങ്ങളെ തേടി വരും. അത് അന്നത്തെ ദിവസമാണ്. ആ ദിവസമാണ് May 7 എന്ന് പറയുന്നത്. ആ ദിവസം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ആൻഡ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ കയറുകയാണ്. നമുക്കറിയാം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു EFB? ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസം, സെൽസ്, പാർട്സ് thereof and molecular analogues for molecular analogues for products and services. That's important. Okay, അങ്ങനെ പഠിക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. And then what are the two principles? Genetic engineering and bioprocess engineering. Genetic engineering എന്നാ നമുക്കറിയാം. എന്താണ്? Technique to alter the chemistry of genetic material and introduce in the host and change phenotype of the host and maintenance of sterile ambience in order to produce desired product. That is bioprocess engineering. Okay, അത് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പം എന്തൊക്കെ 3 steps ആണ് ഇമ്പോർട്ടൻറ്റ് ഫ്രം NCERT? ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA with desirable gene, introduction of identified DNA into the host, maintenance of introduced DNA in the host and transfer of DNA to its progeny. ഈ സ്റ്റെപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. ശ്രദ്ധിച്ചു പഠിക്കുക. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു പഠിക്കുക. ബയോളജിക്കൽ 360 on 360 or 350+ or 300+ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ പകുതി നിങ്ങൾ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഓക്കെ, അത് നിങ്ങൾ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് next is first recom DNA, that is Stanley Cohen and Herbert Boyer in 1972. Which one? That is Salmonella typhimuriathil നടത്തിയിട്ടുള്ള Salmonella typhimuriathinde പ്ലാസ്മിഡിലേക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, റൈറ്റ്? പ്ലാസ്മിഡ് ഓഫ് Salmonella typhimurium with antibiotic resistant gene. That is the first recombinant DNA. That's important. And then tools of recombinant DNA technology. Which are the tools? Enzymes എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള എൻസൈം ആണ്. That is restriction endonuclease. നമുക്കറിയാവുന്ന EcoR1, right? EcoR1, right? Escherichia coli RY13 എടുത്തിട്ടുള്ള EcoR1. That will cut Gക്കും Aക്കും ഇടയ്ക്ക് ഏത് ബോണ്ട് കട്ട് ചെയ്യും? Phosphodiester bond. Which bond will break? Phosphodiester bond break ചെയ്യും. ചെയ്യുമ്പോൾ ഏത് ബോണ്ടും ബ്രേക്ക് ആവും? ഹൈഡ്രജൻ ബോണ്ടും ബ്രേക്ക് ആവും. ഫോം sticky end in the case of vector DNA and foreign DNA. എൻട്രൻസിന്റെ ചോദ്യം എന്നാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണെന്ന് ചോദിക്കും. HIN-D2 ഹീമോഫിലസ് ഇൻഫ്ലുവൻസ RD യിൽ നടത്തിയിട്ടുള്ളതാണ്. ദാറ്റ് വിൽ കട്ട് വിച്ച് ബോണ്ട്? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. ഹിയർ Gക്കും Aക്കും ഇടയ്ക്കുള്ള ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യും ആൻഡ് ഫോം സ്റ്റിക്കി എൻഡ്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താ മക്കളെ? That is DNA ligase. DNA ligase is the molecular glue which will adhere these two DNA sticky ends ne തമ്മിൽ കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. And cloning vector is another tool. ക്ലോണിംഗ് വെക്ടർ നമുക്കറിയാം. ക്ലോണിംഗ് വെക്ടറിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ക്ലോണിംഗ് വെക്ടറിന് ഒരു ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ORI, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. എന്ന് പറഞ്ഞാൽ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കോപ്പി ഉണ്ടാക്കുക. ഈ ബാക്ടീരിയ ഫേജിനൊക്കെ ബാക്ടീരിയക്കകത്ത് കയറിയിട്ട് അതിൻ്റെ കോപ്പി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ബാക്ടീരിയ ഫേജിനെയൊക്കെ വെക്ടറായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാക്ടീരിയക്കകത്തുള്ള പ്ലാസ്മിഡിന് ഒരു ഗുണമുള്ള പ്ലാസ്മിഡ് ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ്സ് ഓൺ കോപ്പി, make multiple copies inside the bacteria itself. Therefore they are known as അവരെയൊക്കെ വെക്ടറായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഒരു ക്ലോണിക് വെക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ദേ ഹാവ് ORI, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ORI എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഉള്ളത് അവർക്ക് വേണ്ടത് സെലക്റ്റബിൾ മാർക്കറാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെലക്റ്റബിൾ മാർക്കർ? In order to find out recombinant or non-recombinant, transformant or non-transformant,
right? That's the purpose of selectable marker. Transformant ആയിട്ടുള്ള recombinant ആയിട്ടുള്ള വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം, അവരെ നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫോമൻ്റ് ആയിട്ടുള്ള റീകോംബിനൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റിനെ വേണം ബയോ പ്രോസസ് എഞ്ചിനീയറിംഗിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, അപ്പം വിച്ച് ആർ ദ സെലക്ടബിൾ മാർക്കർ ഇൻ ഈ PBR322 പ്ലാസ്മിഡ് ബൊളിവർ റോഡ്രിഗ്വസ്? ഏതാണ്? ആംബിസിലിൻ റെസിസ്റ്റൻസ് ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ, അത് ചോദിക്കും. അതേപോലെ തന്നെ ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിലുള്ള ഏതൊക്കെയാണ് ക്ലോണിംഗ് സൈറ്റുകൾ? ക്ലോണിംഗ് സൈറ്റ് എന്താ? വെക്ടറിനെ തുറന്ന് അതിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സൈറ്റുകൾ. PST1, PVU1, ICOR1, GLA1, HIND3, BAM-H1, SAL1, PVU2. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഹൗ മെനി റെസ്ട്രിക്ഷൻ സൈറ്റ് ഓർ ക്ലോണിംഗ് സൈറ്റ് PBR322 ഹാസ്? 8. 1, 2, 3, 4, 5, 6, 7, 8. And what is ROP stands for? Understand ചോദ്യം. Replication of plasmid. Protein coding for replication of plasmid, that is ROP. Understand ചോദ്യം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം എൻട്രൻസ് ചോദിച്ചതാണ്. ഈ ഡയഗ്രാം എൻട്രൻസ് ചോദിച്ചാണ്. ഈ ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു, ഐഡന്റിഫൈ ചെയ്ത് ലേബിൾ ചെയ്യാൻ ചോദിച്ചു. ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറാണ് പ്ലാസ്മിഡ് ബൊളിവർ റോഡ്രിഗ്വസ് PBR322, developed by Bolivar and Rodriguez, right? And the next is നമുക്കറിയാം ബാക്ടീരിയൽ DNA പ്ലാസ്മിഡ് ഉണ്ട്, that is also vector, and bacteriophage is vector. പിന്നെയുള്ള വെക്ടർ ഏതൊക്കെയാണ്? Cosmid is the vector, phagemid is the vector, and bacterial artificial chromosome is the vector, yak is the vector, yeast artificial chromosome is the vector. മേജർ സ്റ്റഡീസിന് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന വെക്ടറാണ് ബാക്ക് ആൻഡ് യാക്ക്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, അതൊക്കെ പഠിക്കണം, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വിച്ച് ആർ ദ വേറൊരു ടൂളാണ് ഹോസ്റ്റ്, കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് ഷുഡ് ബി എ കോമ്പീറ്റൻറ്റ്. ആൻഡ് നമുക്കറിയാം എൻട്രൻസ് ചോദ്യമാണ് വിച്ച് ആർ ദ പ്രോസസ്സസ് ഓഫ് റീകോം DNA ടെക്നോളജി. റീകോം DNA ടെക്നോളജിയുടെ എന്തൊക്കെയാണ് പ്രോസസ്സസ്? നമുക്കറിയാം ഐസൊലേഷൻ ഓഫ് ജെൻറ്റി മെറ്റീരിയൽ, നമുക്ക് ജെൻറ്റി മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്യണം. എങ്ങനെ ഐസൊലേറ്റ് ചെയ്യും? വിത്ത് ഹെൽപ്പ് ഓഫ് ലൈറ്റിക് എൻസൈം സെല്ലിനെ മുറിക്കും, എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിൽഡ് എഥനോൾ ആഡ് ചെയ്യുമ്പോൾ DNA വിൽ ബി precipitate out. DNA എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ഈസ് കോൾഡ് എലൂഷൻ, റൈറ്റ്? ദിസ് പ്രോസസ് ഈസ് കോൾഡ് സ്പൂളിംഗ്, റൈറ്റ്? ദിസ് ഈസ് കോൾഡ് സ്പൂളിംഗ്. സ്പൂളിംഗ് വഴി നമുക്ക് DNA ഫൈൻ ത്രെഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം അതിനെ നമ്മൾ രണ്ടാമത് കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, എന്നിട്ട് മേക്ക് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA, ആൻഡ് ദെൻ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. വാട്ട് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്? That is agarose gel electrophoresis. And if agar is used in the medium or electrolyte, that is known as agarose gel electrophoresis. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിലൂടെ അഗാരോസ് ജെൽ എന്ന ഇലക്ട്രോലൈറ്റിൻ്റെ സഹായത്തോടെ വെൽസിൽ DNA നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അത് DNA മൂവ് ചെയ്യുന്നു, നെഗറ്റീവ്ലി ചാർജ് DNA മൂവ് ടുവേഴ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്, എന്നിട്ട് നമ്മൾ DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. DNA നമ്മൾ സ്ട്രെയിനോ വിച്ച് സ്റ്റെയിൻ ഈസ് യൂസ് ടു DNA സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ്? എഥിഡിയം ബ്രോമൈഡ്. ആൻഡ് ഇൻ UV light we obtain which color? bright orange bands of DNA. അപ്പോൾ നമ്മുടെ റിക്വയർ DNA നമ്മൾ കിട്ടി, അതിനെ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു, കട്ട് ഔട്ട് ചെയ്യുന്ന പ്രോസസ് ഈസ് കോൾഡ്, ജെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ് ഈസ് കോൾഡ് എലൂഷൻ, റൈറ്റ്? എലൂഷൻ, ദാറ്റ് ഈസ് സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA fragments. And the next is amplification of gene of interest by using PCR technique. We know that is നമ്മുടെ സെയിം റിപ്ലിക്കേഷൻ പ്രോസസ്. നമ്മുടെ റിപ്ലിക്കേഷനിലെ ഹെലിക്കേസ് എൻസൈം ഉപയോഗിച്ചിട്ടാണ് DNA അൺവൈൻഡ് ചെയ്തെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ കൊടുത്തിട്ട് DNA അൺവൈൻഡ് ചെയ്യും. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. And annealing by adding primer at 3' end, and extension, that means extension in that is in the direction 5', 3' of course, and with the help of enzyme Taq polymerase. Which enzyme is used? Taq polymerase, that is obtained from Thermus aquaticus. Thermus aquaticus in the Taq polymerase is used, Thermus aquaticus, and temperature is 72 degrees Celsius. 72 degrees Celsius. Okay, that's important. And the next is insertion of gene of interest into the vector, that is and form recombinant DNA, and then recombinant DNA insert into the host. With the help of different techniques are there. If you are inserted gene of interest into the plant cell, we use biolistic or gene gun method. In the case of animal cell, use micro injection, right? This is micro injection in the case of animal cell. And in the case of plant cell, we use biolistic or gene gun method, and also disarmed pathogen. In the case of plants, we use biolistic or gene gun method, and disarmed pathogen vector we use in the case of plants, that is use agrobacterian tumefaciens, that is known as natural genetic engineer.
Whereas in the case of animals we use retrovirus. Very important. അങ്ങനെ നമ്മൾ എന്തുണ്ടാക്കി? genetically modified organism or transgenic organism or transformant ഉണ്ടാക്കുന്ന process is called genetic engineering. And second principle is bioprocess engineering. That is നമുക്കറിയാം obtaining foreign gene product ബയോറിയാക്ടറിൻ്റെ സഹായത്തോടെ. രണ്ട് തരത്തിലുള്ള ബയോറിയാക്ടറുടെ എൻട്രൻസിന് ഈ ഇതൊക്കെ ചോദിക്കും. ഈ ബയോറിയാക്ടറുകളുടെ ലേബലിംഗ് എൻട്രൻസ് ചോദിക്കും. ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബയോറിയാക്ടർ ഈസ് stirred tank bioreactor. There are two type, simple stirred tank and that is sparked stirred tank bioreactor. സിമ്പിൾ സ്റ്റഡി ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഈ ഒരു എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സ്പാർക്ഡിൽ എന്താ പ്രത്യേകത? അവർക്ക് ബബിൾസ് ഉണ്ട്. ബബിൾസ് ഇൻക്രീസ് ഓക്സിജൻ ട്രാൻസ്ഫർ ഏരിയ. ഈ ഡയഗ്രാം നമുക്ക് ലേബിൾ ചെയ്യാൻ ചോദിക്കും. ബയോ റിയാക്ടറിലാണ് ഒബ്റ്റെയിൻ പ്രോഡക്റ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അങ്ങനെ കിട്ടിയ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആൻഡ് പ്യൂരിഫിക്കേഷൻ, SP, സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ആൻഡ് അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ് ആൻഡ് സെപ്പറേഷൻ ആൻഡ് ഡിഫറെൻറ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് യൂസിങ് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ദ ചാപ്റ്ററിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് എന്ന പോയിന്റ്സിലൂടെ മക്കളെ നമ്മൾ കടന്നുപോയി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മുടെ ടൈം ലിമിറ്റഡ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ബയോടെക്നോളജി ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചാപ്റ്റേഴ്സിലൂടെ ഈ കോമൺ ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തത്. ജെനറ്റിക്സ് 1, ജെനറ്റിക്സ് 2, ബയോടെക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച സമയമൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ജസ്റ്റ് ബിക്കോസ് യു ആർ സ്ട്രഗ്ലിംഗ് does not mean you are failing, right? ചിലപ്പോൾ നിങ്ങളിപ്പോൾ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടാവും, നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. പരീക്ഷയ്ക്ക് എക്സാമിന് മാർക്ക് കുറയുന്നുണ്ടല്ലോ, ഞാൻ എത്രയോ ശ്രമിക്കുന്നു, എനിക്ക് മാർക്ക് കുറയുന്നുണ്ടല്ലോ എന്നുള്ളത് ദാറ്റ് ഈസ് യു ആർ സ്ട്രഗ്ലിംഗ് റൈറ്റ് നൗ. ഇപ്പോൾ നിങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ടാവും. യു ആർ സ്ട്രഗ്ലിംഗ് റൈറ്റ് നൗ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മീൻ ദാറ്റ് യു ആർ ഫെയിലിംഗ്. Every great success requires some kind of struggle to get there. If you want success, definitely you should face struggle. That's the truth. ഏതൊരു സക്സസിനും സ്ട്രഗിൾ ഉണ്ട് മക്കളെ. Struggle is the part of a success. If you feel struggle now, don't worry. It's a part of your success. You are going to become a successful person. Next Sunday is waiting for you. Okay? So don't worry, right? Now maybe you are struggling, but great success is waiting for you. Don't worry, dear children. Don't worry, my kids. You are so എന്താ പറയുക, നിങ്ങൾക്ക് സക്സസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. Don't worry. And we are here with full support. Darsana Academy team is here for you. Okay, with full support. coming days വീണ്ടും ഏറ്റവും എനർജറ്റിക് ആയിട്ട് ടീച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് കൂടുതൽ എന്താ പറയുക ക്ലാസ്സുകളുമായി ഏറ്റവും ഇൻസ്പിറേഷനുമായി ടീച്ചേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടിന് മെയ് 7 നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ ടീച്ചേഴ്സ് നിങ്ങളുടെ ഒപ്പമുണ്ട്. പേടിക്കേണ്ട മക്കളെ. വി ആർ ഹിയർ വിത്ത് യു. ഓൾ ദി ബെസ്റ്റ്. നെവർ ഡൗട്ട് യുവർ എബിലിറ്റീസ്. നിങ്ങളുടെ കഴിവിനെ ഡൗട്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഇത്രയും കഴിവേ ഉള്ളോ, എനിക്ക് മറന്നു പോകുന്നല്ലോ, ഞാൻ ശരിയല്ലല്ലോ. നെവർ റൈറ്റ്. നെവർ ഡൗട്ട് യുവർ എബിലിറ്റീസ് for a moment in life. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങൾക്ക് ദൈവം തന്ന കഴിവിനെ കുറിച്ച് നിങ്ങൾ ഡൗട്ട് അടിക്കരുത്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് all success, all prayers, all love from Darsana Academy. Okay, you are a successful person. Don't worry. Okay, never doubt your abilities. You are a winner. All the very best from Darsana Academy and from biology team especially. Thank you so much. Take care. Good night.